പ്രാർത്ഥിക്കാൻ നിങ്ങളേവരുടെയും അനുഗ്രഹാശസ്സുകളോടെ സമാരംഭിക്കുകയാണ്. നിങ്ങളുടെ അനുഗ്രഹാശസ്സുകൾ ഈ പ്രോഗ്രാമിന്റെ ആദ്യ അവസാനം പ്രതീക്ഷിച്ചുകൊണ്ട് we proudly present അതിരമണീയം തവ തിരുരൂപം പൂർണ്ണത്രയീശ ഹരേ കൃഷ്ണ പൂർണ്ണത്രയീശ ഹരേ അതിരമണീയം തവ തിരുരൂപം പൂർണ്ണത്രയീശ ഹരേ കൃഷ്ണ പൂർണ്ണത്രയീശ ഹരേ കുണ്ടലമണ്ഡിത തേജസ്വരൂപം പൂർണ്ണത്രയീശ ഹരേ കൃഷ്ണ പൂർണ്ണത്രയീശ ഹരേ മമ മാനസമൊരു പൂജാ പുഷ്പം തിരുമുൻപിലർപ്പിച്ചിടുന്നേ കൈക്കൊള്ളേണമേ കൃഷ്ണമുരാരേ പൂർണ്ണത്രയീശ ഹരേ കൃഷ്ണ പൂർണ്ണത്രയീശ ഹരേ അറിവില്ലാത്തൊരു പൈതങ്ങൾ ഞങ്ങൾ അടിപണിയുന്ന അഖിലേശ നിൻ സ്തുതി പാടി പാടി വരുന്നു പൂർണ്ണത്രയീശ ഹരേ കൃഷ്ണ പൂർണ്ണത്രയീശ ഹരേ അതിരമണീയം തവ തിരുരൂപം പൂർണ്ണത്രയീശ ഹരേ കൃഷ്ണ പൂർണ്ണത്രയീശ ഹരേ അതിരമണീയം തവ തിരുരൂപം പൂർണ്ണത്രയീശ ഹരേ കൃഷ്ണ പൂർണ്ണത്രയീശ ഹരേ പൂർണ്ണത്രയീശ ഹരേ കൃഷ്ണ പൂർണ്ണത്രയീശ ഹരേ പൂർണ്ണത്രയീശ ഹരേ പൂർണ്ണത്രയീശ ഹരേ. പ്രിയ സദസ്സിന് വിനീതമായ നമസ്കാരം. നമസ്കാരം നമസ്കാരം നമസ്കാരം. ഹലോ 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 ഹായ് ഹായ്. ഗംഭീരം ഗംഭീരം. സാധാരണ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ എന്ന് പറയുന്നത് നമുക്ക് അറിയാം. പക്ഷെ നല്ലൊരു സദസ്സിന് ആദ്യം തന്നെ നന്ദി പറയാണ്. ഒരു ഹലോ പറയുമ്പോൾ തിരിച്ചൊരു ഹലോ ഒന്നും കിട്ടാറില്ല. ഒരു ഹായ് പറയുമ്പോൾ തിരിച്ച് ഹായ്. പക്ഷേ
നമുക്ക് വേറെ പ്രത്യേകിച്ച് ടെൻഷനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു ഹായ് പറയുമ്പോൾ തിരിച്ചൊരു ഹായ് കിട്ടുന്നുണ്ട്, ഒരു ഹലോ പറയുമ്പോൾ തിരിച്ചൊരു ഹലോ കിട്ടുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. നമുക്കറിയാം സാന്റാക്രൂസ് നായർ സാംസ്കാരിക സമിതിയുടെ സിൽവർ ജൂബിലി സെലിബ്രേഷൻ വളരെ ഗംഭീരമായ രീതിയിൽ ആഘോഷിക്കുകയാണ്. കഴിഞ്ഞ 24 വർഷവും നായർ സാംസ്കാരിക സമിതിയുടെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ മഹത് വ്യക്തികളെയും അവരുടെ അനുഗ്രഹവും ഈ കലാകാരന്മാർക്ക് കൂടി ഉണ്ടാകുമെന്ന പ്രാർത്ഥനയോടെ വിശ്വാസത്തോടെ ഏവരെയും കൊച്ചിൻ വിസ്മയം അവതരിപ്പിക്കുന്ന കലാസന്ധിയിലേക്ക് ഏറെ സ്നേഹത്തോടെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഒരു വലിയ യാത്രയാണ്. സത്യം പറഞ്ഞാൽ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന എല്ലാ പരിപാടികളും കോർത്തിണക്കിക്കൊണ്ടാണ് ഈ ഒരു യാത്ര. ചിരിയുണ്ട്, പാട്ടുണ്ട്, എല്ലാം കോർത്തിണക്കിക്കൊണ്ട് എല്ലാം നമുക്ക് ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തുറന്ന മനസ്സ് വേണം. കാരണം എത്ര വലിയ കലാകാരനായാലും എത്ര ചെറിയ കലാകാരനായാലും വേദിയിൽ നിന്ന് പരിപാടി അവതരിപ്പിക്കുന്ന സമയത്ത് നിങ്ങൾ തരുന്ന വലിയൊരു ഊർജ്ജമുണ്ട്. അത് നിങ്ങളുടെ ഇരുകരങ്ങൾ കൂട്ടിയിടിക്കുമ്പോഴുണ്ടാകുന്ന ആ ശബ്ദ തരംഗങ്ങൾക്ക് മാത്രമേ ഒരു കലാകാരനെ വളർത്തുവാനും ഉയർത്തുവാനും കഴിയുള്ളൂ. എല്ലാവരും കൂടെ ചേർന്ന് ഗംഭീരമായി കഴിയും. താങ്ക് യു സോ മച്ച്. കഴിഞ്ഞ 2-3 വർഷക്കാലം നമുക്ക് ഒരുപാട് പാഠങ്ങളുണ്ടായിരുന്നു, തിരിച്ചറിവുകൾ തന്ന വർഷങ്ങളാണ് അല്ലേ? അത് കാരണം നമ്മുടെ ആഘോഷങ്ങളൊന്നും നടന്നില്ല. മുരളിയേട്ടനോട് സംസാരിച്ചപ്പോഴാണ് പറഞ്ഞത് കഴിഞ്ഞ വർഷം നടത്തേണ്ട സിൽവർ ജൂബിലി ആഘോഷം ഇങ്ങോട്ട് മാറ്റിവെച്ചു. എസ്പെഷ്യലി നന്ദി പറയുന്ന കാര്യത്തിനകത്ത് പ്രസിഡന്റ് നമ്മുടെ ഇന്ദിരാജി, സെക്രട്ടറി ആയിട്ടുള്ള മുരളിയേട്ടൻ, അതുപോലെ ശുഭചേച്ചി, നമ്മുടെ ശൈലജ മാം അടക്കമുള്ള എല്ലാ കമ്മിറ്റി ഭാരവാഹികളോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. ഈ കലാകാരന്മാരെ കൂടി ഈ സിൽവർ ജൂബിലി ആഘോഷത്തിൻ്റെ ഭാഗമായി ചേർത്ത് നിർത്തിയതിന് താങ്ക് യു സോ മച്ച്. അപ്പോൾ പറഞ്ഞു നല്ല ആയുർവേദ ശാസ്ത്രപ്രകാരം ഏറ്റവും പുതിയ കണ്ടെത്തൽ കൈയടിക്കുമ്പോൾ കൂടുതൽ സൗന്ദര്യം വർദ്ധിക്കും എന്നൊരു കണ്ടെത്തലുണ്ട്. അതെല്ലാം പരീക്ഷിക്കാനുള്ള നല്ല അവസരമാണ്. അതിൻ്റെ ശാസ്ത്രീയതയൊന്നും ഞാൻ പറയുന്നില്ല, കാരണം സൗന്ദര്യമുള്ളവരാണ്. ഞാൻ അങ്ങോട്ട് നോക്കുമ്പോൾ എല്ലാവർക്കും സൗന്ദര്യം വാരിക്കോരിയുണ്ട്. പക്ഷേ ഒരു കാര്യം മാത്രം ഞാൻ പറയുന്നു, ഒരു പ്രോഗ്രാം ആസ്വദിക്കണമെങ്കിൽ നമ്മൾ ഒരു എംപ്റ്റി കപ്പായിട്ടിരിക്കണം. നിറഞ്ഞ് നിൽക്കുന്ന ഒരു കപ്പിനകത്തേക്ക് നമുക്ക് ചായ ഒഴിച്ചു കൊടുത്താൽ അത് ഓവർഫ്ലോ ആയി പോകും. വളരെ എംപ്റ്റിയായി നമ്മുടെ എല്ലാ എൻടൈറ്റിൽമെൻറ്റും അഴിച്ചു വെച്ചുകൊണ്ട് വളരെ സുന്ദരമായ രീതിയിൽ നമ്മളോടൊപ്പം ഒരു യാത്ര പോവുകയാണ്. കളിയും ചിരിയും പാട്ടും കയ്യടിയും ഉല്ലാസവും എല്ലാം കോർത്തിണക്കിക്കൊണ്ടുള്ള യാത്രയാണ്. അപ്പോൾ ഈ യാത്ര നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒരുമിച്ചങ്ങ് പോകാം. റെഡിയാണോ? റെഡി? അപ്പോൾ ഞങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, പ്രളയം വന്ന സമയത്ത് മറുനാടൻ മലയാളികളായിട്ടുള്ള നിങ്ങൾ തന്നിട്ടുള്ള വസ്ത്രങ്ങളും ഭക്ഷണങ്ങളും എല്ലാം ഞങ്ങൾക്ക് അന്ന് വലിയ ആശ്വാസമായിരുന്നു. അതിന് നന്ദി പറയുന്നു. അതുപോലെ കൊറോണ വന്ന സമയത്ത് നമുക്കൊരു തോന്നൽ, ഈ കൊറോണയ്ക്ക് മുമ്പ് വരെ ഞങ്ങൾക്കൊക്കെ അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒരു തോന്നലുണ്ടായിരുന്നു, നമ്മളൊക്കെ ഒരു വലിയ സംഭവമാണ് എന്നൊരു തോന്നലുണ്ടായിരുന്നു ഇല്ലേ? ഞങ്ങൾ ഡോക്ടറാണ്, എഞ്ചിനീയറാണ്, ഞാൻ സിനിമ ആർട്ടിസ്റ്റാണ്, ഞാൻ സീരിയൽ ആർട്ടിസ്റ്റാണ്, അതാണ് ഇതാണ് മറ്റതാണ് മറിച്ചതാണ്. ഒക്കെ തീർന്നു. ഒരു കൊറോണ, സോപ്പിട്ട് ഗ്യാപ്പിട്ട് മാസ്ക് ഇട്ട് സാനിറ്റൈസർ ഇട്ട് നമ്മളങ്ങ് സാമൂഹിക അകലം പാലിച്ച്, പ്രത്യേകിച്ച് പ്രായമായ ആൾക്കാരൊക്കെ വീട്ടിൽ അനുഭവിച്ച വലിയൊരു സ്ട്രെസ് ഇല്ലേ, നമ്മളതിൽ നിന്ന് അവിടെ അഴിച്ചു വെക്കാൻ പോവുക. ഓക്കെ, റെഡിയാണോ? റെഡി? ഒരുപാട് പ്രഗത്ഭരായ കലാകാരന്മാരുണ്ട്. എല്ലാവരും കൂടെ നമുക്ക് സ്ക്രീനിലൊക്കെ പരിചയപ്പെട്ട്, എന്നാൽ പോലും നമുക്ക് അവരെ എല്ലാം ഒരുമിച്ച് യാത്രയിലും പെർഫോമൻസിലും എല്ലാം പരിചയപ്പെടാം. പക്ഷെ നമുക്ക് ഇന്ന് എത്തിയിരിക്കുന്ന 2 പ്രഗത്ഭരായിട്ടുള്ള വിശിഷ്ടാതിഥികൾ, ഓൾമോസ്റ്റ് സീനിയർ ആർട്ടിസ്റ്റുകളുണ്ട്, സീനിയറിനേക്കാൾ ഉപരി സുപരിചിതരായ കലാകാരന്മാരുണ്ട്. ആദ്യമായി ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കാൻ പോകുന്നത് 1000-ൽ പരം എപ്പിസോഡുകൾ പിന്നിട്ട് ജൈത്ര യാത്ര നടത്തിയ ഏഷ്യാനെറ്റിലെ സിനിമാല എന്ന പ്രോഗ്രാമിന്റെ അമരക്കാരൻ, കൈരളി ചാനലിലൂടെയും അതുപോലെ ജീവൻ ടിവിയിലെയും സറ്റേറെ പറഞ്ഞുപോയ വിദൂഷകൻ എന്ന പ്രോഗ്രാമിന്റെ അവതാരകനാണ്. ഉടൻ റിലീസാവുന്ന കുതിരപ്പവൻ എന്ന ചിത്രത്തിന്റെ കഥാതിരക്കഥ, സംഭാഷണവും അഭിനയവും കാഴ്ചവെച്ചുകൊണ്ട്, അതിലുപരി ഇന്ന് നമ്മൾ കാണുന്ന കോമഡി പ്രോഗ്രാമിന്റെ എല്ലാം പിന്നിൽ ഗ്രൂമറായി, പരിശീലകനായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ദ റിയൽ ടാലന്റഡ് ആക്ടർ, കൊമേഡിയൻ, സ്വാഗതം വൺ ആൻഡ് ഓൺലി ഷിനോദ് മലയാറ്റൂർ. സ്വാഗതം. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ നാട് മലയാറ്റൂർ എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമമാണ്. ആ ഗ്രാമത്തിലൊക്കെ സ്റ്റേജിലേക്ക് കയറി വരുമ്പോൾ ഇതിലും ശക്തമായ കൈയടിയൊക്കെ കിട്ടാറുണ്ട്. നമ്മളിപ്പോൾ വന്ന് നിൽക്കുന്നത് മുംബൈയിലാണ്. അപ്പോൾ ഞാൻ ഒരുപാടൊക്കെ അങ്ങ് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് നായർ സാംസ്കാരിക സമിതിയുടെ സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമാകുവാനായിട്ട് ഈ വേദിയിൽ നിൽക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പലരും പറഞ്ഞു നമുക്കിന്ന് ഓഡിയൻസൊക്കെ ചെറുപ്പക്കാരൊക്കെ കുറവാണ്, അല്പം പ്രായമായവരൊക്കെ ആയിരിക്കും, അപ്പോൾ അതിനനുസരിച്ചുള്ള പരിപാടിയൊക്കെ പ്ലാൻ ചെയ്യണമെന്ന്. പക്ഷെ അങ്ങനെയൊന്നുമില്ല. പ്രായം ശരീരത്തിനാണ്, മനസ്സിനല്ല. അപ്പോൾ ആ ചെറുപ്പം, മനസ്സിലെ ചെറുപ്പം മാത്രം അങ്ങ് പുറത്തേക്ക് എടുത്താൽ മതി, മറ്റൊക്കെ അവിടെ മൂടി വെക്കുക. ഓക്കെ. അപ്പോൾ ഞാൻ ഇന്ന് ഈ വേദിയിൽ നിൽക്കുമ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു നിമിഷത്തിലാണ് നിൽക്കുന്നത്. കാരണം ഇവിടെ വന്നു ജയദേവൻ സംസാരിക്കുമ്പോഴൊക്കെ
നിങ്ങളുടെ ഭാഗത്തുനിന്ന് നല്ല റെസ്പോൺസ് ഉണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ജയദേവൻ്റെ കൂടെ ഇന്ന് പരിപാടി അവതരിപ്പിക്കാൻ എനിക്ക് ഒരുപാട് സന്തോഷമാണ്. കാരണം വേറൊന്നുമല്ല, നിങ്ങളെയൊക്കെ പോലെ തന്നെ ജയദേവൻ ഒരു നല്ല ഈശ്വരവിശ്വാസിയാണ്. നല്ല ഈശ്വരവിശ്വാസി എന്ന് പറഞ്ഞാൽ അത് കൈയടിക്കുമോ? ഈശ്വരവിശ്വാസത്തിന് എപ്പോഴും ഒരു കൈയടി വേണം. കാരണം ആ വിശ്വാസമാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ജയദേവന് എന്തെങ്കിലും മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചാൽ അത് അതുപോലെ സംഭവിക്കാറുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു അനുഭവം പറയുകയാണ്, ഞാൻ അധികം വലിക്കില്ല. അങ്കമാലിയിലൊരു പ്രോഗ്രാം 2-3 വർഷം മുമ്പ് നടക്കാൻ വേണ്ടി ഞങ്ങൾ സ്റ്റേജിൽ ചെന്ന് നിൽക്കുമ്പോൾ ഇതുപോലെ തിങ്ങി നിറഞ്ഞ കാണികളാണ്. അപ്പോൾ ഞങ്ങൾക്ക് കലാകാരന്മാർക്ക് ഭയങ്കര സന്തോഷമാണ് ഒരുപാട് കാണികൾ പരിപാടി കാണാൻ വേണ്ടി വന്നത്. പക്ഷേ പരിപാടി തുടങ്ങാൻ നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കെ നിർഭാഗ്യവശാൽ മഴ ചാറാൻ തുടങ്ങി. മഴ ചാറാൻ തുടങ്ങിയതോടെ എല്ലാവർക്കും ടെൻഷനായി. മഴ പെയ്ത പരിപാടി നടക്കില്ലോ. ഞങ്ങൾ വേഗം തന്നെ ഇപ്പോൾ എന്ത് ചെയ്യുമെന്നൊക്കെ ആലോചിച്ചു. പക്ഷേ എനിക്ക് ജയദേവൻ്റെ ഈശ്വരവിശ്വാസത്തിൽ ഒരു ഉറപ്പുണ്ടായിരുന്നു. ഞാൻ ജയദേവനോട് ചെന്ന് പറഞ്ഞു, ജയദേവ മഴ വരാൻ പോകുന്നു, എന്താ ചെയ്യേണ്ടടാന്ന് ചോദിച്ചു. അപ്പോൾ അവൻ ഇതേ പുഞ്ചിരിയോടെ അവൻ പറഞ്ഞു, ചേട്ടാ പേടിക്കണ്ട, ഞാനുണ്ടല്ലോ എന്ന് പറഞ്ഞ് അവൻ സ്റ്റേജിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു. ഗ്രൗണ്ടിൽ ഇറങ്ങി നിൽക്കുന്നു, മുകളിലേക്ക് നോക്കി പ്രാർത്ഥിക്കുന്നു. അപ്പോഴും ഇങ്ങനെ മഴ ചാറിക്കൊണ്ടിരിക്കുക. ഇവനൊരൊറ്റ വിളിയാണ്, മുരുക. അത്ഭുതം എന്ന് പറയട്ടെ, അപ്പം തുടങ്ങിയ പെരുമഴ 3-4 ആഴ്ച കഴിഞ്ഞാൽ നിന്നത്. അത് ആ മഴയാണ് നമ്മുടെ കേരളത്തിലെ പ്രളയമായിട്ട് മാറിയത്. അതിന് ഉത്തരവാദി ഇവനാണ്. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും കാര്യം സാധിക്കാനുണ്ടെങ്കിൽ ഇവൻ നാളെയും കൂടി ഇവിടെ ഉണ്ടാകും. ആർക്കെങ്കിലും വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കണമെങ്കിൽ ജയദേവനെ വിളിച്ചാൽ മതി, ജയദേവൻ പ്രാർത്ഥിക്കും. ആ കാര്യങ്ങളൊക്കെ ശുഭകരമായിട്ട് സംഭവിക്കും. പോരെ? കാരണം അവൻ എന്നെക്കുറിച്ച് ഒരുപാട് ബൂസ്റ്റ് ചെയ്ത് പറഞ്ഞാൽ, അപ്പോൾ ഞാൻ അവനെക്കുറിച്ച് എന്തെങ്കിലും പറയണമല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതാണ്. എന്തായാലും വളരെ സന്തോഷമുണ്ട്. ഷിനോട്ടം പോകാൻ പറ്റേ. ഈ സമയത്ത് വേർത്തൊലിച്ച് ഇവിടെ നിൽക്കുന്ന ഒരാളുണ്ട്, വേറെ ആരുമല്ല, ഞങ്ങളെപ്പോലുള്ള കലാകാരന്മാർക്ക് ഇവിടെ വരാൻ കാരണമായിട്ടുള്ളത് കൊച്ചിൻ വിസ്മയാണ്. വിസ്മയ എന്ന് പറയുന്ന ആ ട്രൂപ്പിൻ്റെ എല്ലാമാണ്. അതിലുപരി ഇപ്പോൾ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുടുംബവിളക്ക് എന്ന ഏഷ്യാനെറ്റിലെ സീരിയലിലൂടെയും അതുപോലെ കയ്യെത്തും ദൂരത്ത് എന്ന കേരളത്തിലെ സീരിയലിലെല്ലാം നിറഞ്ഞു നിൽക്കുകയാണ്. സിനിമയിലുണ്ട്. ഒരുപാട് നല്ല പ്രതിഭയായിട്ടുള്ള ഒരു കലാകാരി. ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് സുപരിചിതയാണ്. നിറഞ്ഞ കയ്യടിയോടെ ആദരവോടെ സ്വാഗതം ചെയ്യാം മഞ്ജു വിജി ഷോർട്ട് സ്റ്റേജ്. മഞ്ജു. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴാണൊന്ന് ശ്വാസം നേരെ വീണത്. കാരണം ശിവചേച്ചി പുറകിൽ വന്ന് എൻ്റെ അടുത്ത് കുഴപ്പമില്ല മനുഷ്യ എന്ന് പറഞ്ഞതിന് ശേഷം, കാരണം അത്രയും വലിയൊരു മോഹിനിയാട്ടം ഡാൻസറുടെ ഒരു ഒഡീസി കഥക് ഡാൻസറുടെയൊക്കെ മുമ്പിൽ മോഹിനിയാട്ടത്തിൻ്റെ ബേസിക് എന്താണെന്ന് പോലും അറിയാൻ വയ്യാത്ത ഞാൻ വന്ന് മോഹിനിയാട്ടം ചെയ്തപ്പോൾ എനിക്ക് പേടിയായിരുന്നു. ഞാൻ ആദ്യമേ ചേച്ചിയോടൊന്ന്, ചേച്ചി എന്നെ ചീത്ത പറയരുത്. എന്തായാലും ഒരുപാട് സന്തോഷം നിങ്ങളുടെ മുമ്പിൽ വരുവാനും ഇങ്ങനെയൊരു പ്രോഗ്രാമിൽ നിങ്ങളുടെ ഈ ഒരു സന്തോഷത്തിൽ ഞങ്ങളെ കൂടെ പങ്കാളികളാക്കിയതിലും ഒരുപാട് താങ്ക്സ് പറയാണ്. അപ്പോൾ എനിക്കറിയാം, കാരണം നിങ്ങളുടെ ആ ഒരു ചിരിയും കയ്യടിയും സന്തോഷമൊക്കെ നേരിട്ട് ഇപ്പോൾ പറയിൽ നിന്ന് അനുഭവിച്ചത് കൊണ്ട് തീർച്ചയായിട്ടും ഈ ഒരു പ്രോഗ്രാമിൻ്റെ അവസാനം വരെ എല്ലാവരും കൂടെ കാണുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഞങ്ങൾ ഇത്രയും പേർക്ക് ജയദേവൻ ചേട്ടൻ പറഞ്ഞില്ലേ 2-3 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഞങ്ങൾ വരുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചില കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്നാലും എല്ലാവരും ക്ഷമിച്ച് ഞങ്ങളോടൊപ്പം കൂടെ ഉണ്ടാവണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ഉണ്ടാവില്ല എല്ലാവരും? സീരിയൽ കാണാനൊക്കെ സമയമുണ്ടോ? അമ്മമാർക്കുണ്ടായിരിക്കും അല്ലേ? കാണോ അമ്മ? കാണോ അമ്മ? കാണോ? പേടിയായിരുന്നു എനിക്കിവിടെ, കാരണം എവിടെ സമയം കിട്ടാനല്ല, എല്ലാവരും ജോലിയും കാര്യങ്ങളായിട്ട് പോകുമ്പോൾ. എന്തായാലും ഒത്തിരി സന്തോഷം ഇവിടെ വന്നപ്പോൾ. അപ്പോൾ നമുക്ക് പ്രോഗ്രാം തുടങ്ങാം. ഞാൻ ഇനി പോയിട്ട് വേണം ഡ്രസ്സൊക്കെ മാറ്റാൻ. കുറേ നേരമായിട്ട് വെയിറ്റ് ചെയ്യാം. ജയദേവൻ ചേട്ടൻ ഇപ്പം വിളിക്കുമെന്ന് പറഞ്ഞിട്ട്. ഈ അറ്റംപ്റ്റ് ഉണ്ടല്ലോ, ബേസിക്കലി പഠിച്ചതല്ല, പക്ഷെ ഒരു അറ്റംപ്റ്റ് ആണ്, ഒരു ശ്രമമാണ്. ഒരു ഷോയ്ക്ക് വരുമ്പോൾ ഒരു ഡെഡിക്കേഷനാണ്. നല്ലൊരു കൈഡി കൊടുക്കാം. മഞ്ജു ഗ്രേറ്റ്, ഗംഭീരമാണ്. ഓക്കെ. അപ്പോൾ ഷിനേട്ടാ, മഞ്ജു നന്നായിട്ട് കഷ്ടപ്പെട്ട് ഒരു മോഹിനിയായിട്ട് അവതരിപ്പിച്ചു. അതെ, വെറുതെ പോകരുത് ഷിനേട്ടാ, വെറുതെ പോകരുത് പ്ലീസ്. എന്തെങ്കിലുമൊക്കെ വേർത്ത് എന്തെങ്കിലും ചെറിയൊരു പരിപാടി അവതരിപ്പിക്കാം പ്ലീസ്. പ്രിയമുള്ളവരെ, മഞ്ജു നൃത്തം ചെയ്തു. അപ്പോൾ ഞാൻ എന്തായാലും വേദിയിൽ വന്നപ്പോൾ എന്തെങ്കിലും ചെയ്യണമല്ലോ. ഞാൻ മിമിക്രി ആർട്ടിസ്റ്റ് ആണെങ്കിലും പൊതുവെ എഴുത്തിലാണ് ശ്രദ്ധ. പക്ഷേ 1-2 സിനിമാ താരങ്ങളുടെ ശബ്ദം ഞാൻ അനുകരിക്കും. ഹരിശ്രീ അശോകൻ്റെ ശബ്ദം ഞാൻ അനുകരിക്കാം. അദ്ദേഹത്തിൻ്റെ പഞ്ചാബി ഹൗസ് എന്ന് പറയുന്ന പടത്തിൽ അദ്ദേഹത്തിന് ഹിന്ദി അറിയില്ല. അപ്പോൾ അദ്ദേഹം ഭക്ഷണം ചോദിക്കാൻ വേണ്ടി ചെല്ലുന്ന രംഗമാണ്. പഞ്ചാബി ഹൗസിലെ ഹരിശ്രീ അശോകൻ. നന്നായി കഴിഞ്ഞാൽ കൈയടിക്കണം, നന്നായില്ലെങ്കിൽ ഞാൻ നന്നായിക്കോളാം. ഓക്കെ. പഞ്ചാബി ഹൗസിലെ ഹരിശ്രീ അശോകൻ. അതെ, ചപ്പാത്തി ഞാൻ കഴിക്കൂല, ചോറാണ് തിന്നണത്. അതാണ് ഗാന എന്ന് വെച്ചപ്പോൾ വേണ്ട എന്ന് പറഞ്ഞത്. അതായത് യൂണിവേഴ്സൽ കമ്പനി നഷ്ടത്തിലാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. പക്ഷേ കമ്പനി ലാഭത്തിനാണ്. ആ കമ്പനിയുടെ ലാഭവിഹിതം എന്നെ പെട്ടിക്കാതിരിക്കണം. എന്താ വിശ്വാസം മഞ്ഞില്ലേ? എന്നാ കണ്ടോ?
നല്ല കൈയടി. അപ്പോൾ ഒരു താരത്തിനെ കൂടി ശബ്ദം ചെയ്യാം. എൻ്റെ രൂപമായിട്ട് ഒരുപാട് സാദൃശ്യമുള്ള ഒരു സിനിമാ താരത്തിൻ്റെ ശബ്ദമാണ്. ഒരു സൗന്ദര്യമുള്ള നടനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേ? ആ ചിലവ് കേട്ടോ. ഓക്കെ ഓക്കെ. മലയാള സിനിമയിൽ നല്ല ശക്തമായ കഥാപാത്രങ്ങൾ ചെയ്ത് ഇപ്പോൾ കൂടുതൽ ശ്രദ്ധേയനായിക്കൊണ്ടിരിക്കുന്ന ഒരു നടനാണ്. കഴിഞ്ഞ 30 വർഷത്തെ മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് വാങ്ങിച്ച ഇന്ദ്രൻ ചേട്ടൻ. തമ്പുരാനെ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും എന്റെ ആശംസകൾ. തമ്പുരാനെ, നമ്മൾ ബോംബെ മലയാളികൾക്കല്ല, കേരളത്തിലുള്ള മലയാളികൾക്ക് ഒരു സ്വഭാവമുണ്ട്. അവർ പണിയൊന്നും എടുക്കില്ല. പുറത്തുനിന്ന് ഹിന്ദിക്കാരും തമിഴൊക്കെ വന്നിട്ട് അവരെ കൊണ്ട് പണിയെടുപ്പിക്കുക, എന്നിട്ട് ചുമ്മാ നോക്കിക്കൊണ്ടിരിക്കുക. അതാണ് ഇപ്പോൾ ജയദേവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? അതുപോലെ അവനും പണിയെടുക്കണ്ടേ അല്ലേ? ഞങ്ങൾ മറ്റേ കൂലിക്കാർ, അത് പറ്റില്ല. അപ്പോൾ ജയദേവൻ ഇപ്പോൾ കുറച്ച് പണിയെടുക്കുന്നു. അപ്പോൾ അടുത്ത ബ്രേക്കിൽ ഞാൻ വരും. നല്ലൊരു കൈയടി വരികയാണെങ്കിൽ ഞാൻ പോകും, അല്ലെങ്കിൽ ഇവിടെ തന്നെ നിൽക്കും. താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷം. അപ്പോൾ ചേട്ടൻ പറഞ്ഞ പോലെ ഞാൻ ബംഗാളി ആവാൻ ആഗ്രഹിക്കുന്നില്ല, അല്ല ഞാൻ മലയാളി ആവാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മളും പണിയെടുക്കാൻ വേണ്ടി തന്നെ വന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇഷ്ടപ്പെടുന്ന ഇത്തരമൊരു വേദിയിൽ നിൽക്കുന്ന സമയത്ത് നമ്മളെല്ലാവരും ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ആരാധിക്കുന്ന ഗാനഗന്ധർവൻ യേശുദാസിൻ്റെ ശബ്ദത്തെ ഒന്ന് അനുകരിക്കാൻ ശ്രമിക്കുകയാണ് ഗന്ധർവ ഗായകൻ യേശുദാസ്. ഈ ഭൂമിയിൽ വരുവാനും പാടുവാനും സാധിച്ചത് എല്ലാത്തിനും കാരണഭൂതനായിട്ടുള്ള ഈശ്വരൻ, ജഗദീശ്വരൻ്റെ അനുഗ്രഹമാണ്. എല്ലാ മനുഷ്യരോടും ഒന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നമ്മളാരും ജാതിയുടെയോ മതത്തിൻ്റെയോ പേരിൽ കലഹിക്കരുത്. നമ്മളെല്ലാവരും ഒരമ്മ പെറ്റ മക്കളാണെന്നുള്ള കാര്യം പലപ്പോഴും മറന്നു പോകുന്നു. അസന്നമായിട്ടുള്ള ഭൂമിയിൽ എല്ലാ മനുഷ്യർക്കും നന്മ ഉണ്ടാവാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഒന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു. മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി മണ്ണു പങ്കുവച്ചു, മനസ്സു പങ്കുവച്ചു. എല്ലാവർക്കും നന്മകൾ നേരുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. പൊതുവിൽ നമ്മൾ ഏറ്റവും ബെസ്റ്റ് ഇപ്പോൾ മൊഴിമാറ്റ സിനിമകളാണ് കൂടുതലുള്ളത്. ഞങ്ങൾ കലാകാരന്മാർ ഈ കൊറോണ സമയത്തൊക്കെ കൂടുതലും ഡബ്ബിങ്ങിലേക്കൊക്കെ മാറി. കാരണം അതാകുമ്പോൾ ഒരു റൂമിനകത്ത് നിന്ന് ഞങ്ങൾക്ക് അങ്ങ് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ ഡബ്ബിംഗ് എന്ന് പറയുന്ന കല നമ്മളേറെ ഇഷ്ടപ്പെടുന്നതാണ്. മൊഴിമാറ്റ സിനിമകൾ ഇപ്പം മലയാളം, തമിഴ്, തെലുങ്കിലേക്കൊക്കെ ഒരുപാട് സിനിമകൾ വരുന്നുണ്ട്. അങ്ങനെ ട്രെൻഡായി മാറിയിട്ടുള്ള ഒരു സിനിമയാണ് KGF എന്ന് പറയുന്ന സിനിമ. റോക്കി ബായ്, KGF കണ്ടായിരുന്നോ? KGF, റോക്കി ബായ് അറിയോ? അപ്പോൾ റോക്കി ബായുടെ ഒരു ശബ്ദം ഞാൻ അനുകരിക്കുകയാണ്. ചിത്രം KGF, റോക്കി ബായ്. Violence, violence, violence. I don't like it. I avoid. But violence likes me. I can't avoid. ഏതെങ്കിലും 10 പേരെ തള്ളി ഡോണായി വന്നവനല്ല ഞാൻ തള്ളിയ 10 പേരും ഡോണുകളാണ്. ഈ KGF എന്ന് പറയുന്ന സിനിമ ഞാൻ എടുത്ത് പറയാൻ കാരണം KGF എവിടെ കുഴിച്ചാലും സ്വർണം കിട്ടുമെന്നാണ് പറയുന്നത്. ഈ സ്വർണം കിട്ടുന്നിടത്ത് എന്തായാലും അവിടെ കുറച്ച് പേർക്ക് ഭരിക്കാൻ ആഗ്രഹം ഉണ്ടാവും. പ്രത്യേകിച്ച് രാഷ്ട്രീയക്കാർക്ക് അതിനോട് വല്ലാത്തൊരു മോഹവും കാണും. അപ്പോൾ KGF ഭരിക്കാൻ ഇഷ്ടപ്പെടുന്നത് നമ്മുടെ ഇപ്പോഴത്തെ രാഷ്ട്രീയ താരങ്ങളാണെങ്കിൽ ഹാസ്യത്തിന് വേണ്ടി മാത്രമാണ്. ഇത് കഴിയുമ്പോൾ എന്നെ പുറത്തിട്ടിട്ട് കൊങ്ങയ്ക്ക് പിടിക്കാൻ നിൽക്കരുത്, ചിരിക്കുക, കേൾക്കുക, മറക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മുടെ KGFലെ റോക്കി ബായ് ആയിട്ട് നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയാണ് വരുന്നതെങ്കിൽ എങ്ങനെയാ നോക്കാം. റോക്കി ബായ് ആയി മുഖ്യമന്ത്രി. സൈലൻസ്, സൈലൻസ്, സൈലൻസ്. നിങ്ങളെന്തിനാണ് കേരളയുടെ പേരിൽ വയലന്റ് ആകുന്നത്? ഞങ്ങൾ ഒരു പദ്ധതി നടപ്പാക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നടപ്പാക്കുക തന്നെ ചെയ്യും. പ്രതിപക്ഷം എന്ത് തരത്തിലുള്ള കൊഞ്ഞാടം കുത്തിയിട്ടും യാതൊരു കാര്യമില്ല.
എന്തായാലും നമ്മുടെ നായർ സർവീസ് സാംസ്കാരിക സമിതി അതിൻ്റെ സിൽവർ ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ച് വന്നിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് ഞാൻ പാടാം. ഓണം വന്നല്ലോ, ഉണ്ണി പിറന്നല്ലോ, ഊഞ്ഞാല് ഇട്ടല്ലോ, കുട്ടി ചാടി മറിഞ്ഞല്ലോ. എല്ലാവർക്കും ഓണാശംസകളും ഒപ്പം സിൽവർ ജൂബിലി ആഘോഷിക്കുന്നു. നന്ദി, നമസ്കാരം. കൂടുതൽ സംസാരിക്കാൻ വേണ്ടിയിട്ട് ഒപ്പം ചാടി വരുന്നുണ്ട്. എന്താ നോക്കാം. റോക്കിബായി ഒരു കാര്യം മനസ്സിലാക്കിയാൽ കൊള്ളാം. ഏതെങ്കിലും 10 പേരെ പാര വെച്ച് നേതാവായി വന്നയാളല്ല ഞാൻ പാര വെച്ചിട്ടുള്ള 10 പേരും വലിയ നേതാക്കന്മാരാ. അവരൊക്കെ വലിയ നിലയിലായി, ഞാനൊന്ന് പരിങ്ങിയെന്ന് മാത്രം. പക്ഷേ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള പല പദ്ധതികളും നിങ്ങൾ തൂട്ടിക്കൊണ്ട് കളഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കേരള കുറ്റി എവിടെ കുത്തിയാലും അത് ഞങ്ങൾ മാന്തി പൊളിച്ച് കടലിൽ കൊണ്ട് കളയുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്തായാലും റോക്കിബായി ആകാൻ പറ്റിയത് ഞാൻ തന്നെയാണ്. എന്തായാലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനൊരു പാട്ട് പാടാം. കൈയടിക്കാൻ പറ്റിയ ഇപ്പോഴത്തെ ട്രെൻഡ് പാട്ടാണ്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട്. പണ്ടേ പള്ളി പുതുപ്പള്ളി പുകളേറുണ്ടാക്കുയിൽ നാടാണ്, പണ്ടേ പള്ളി പുതുപ്പള്ളി പുകളേറുണ്ടാക്കുയിൽ നാടാണ്. ആവോ ജോടാതോ എല്ലാരും കൂടുന്നുണ്ടേ, ആവോ ജോടാതോ എല്ലാരും കൂടുന്നുണ്ടേ. പണ്ടേ പള്ളി പുതുപ്പള്ളി പുകളേറുണ്ടാക്കുയിൽ നാടാണ്, പണ്ടേ പള്ളി പുതുപ്പള്ളി പുകളേറുണ്ടാക്കുയിൽ നാടാണ്. മണിയാശാൻ അവന് തോന്നുന്നു. 1 2 3 4 അല്ലടാ, വലിയ കാര്യമായി പോയി. നാണമില്ലേടോ കിറ്റി മേടിച്ച് ഇതിൻ്റെ കുറ്റി മാറ്റി കളയാൻ? അതെ, ഞങ്ങളുടെ കേരളത്തിൽ കുറ്റി ആരെങ്കിലും മാറ്റിയിട്ടുണ്ടെങ്കിൽ അവനെ അങ്ങ് നിരത്തേക്ക് നിർത്തും. 1 2 3 4 അറിയാലോ. കൂടുതൽ കളിച്ചാലേ ആ ഷട്ടറങ്ങ് പൊക്കും. പിന്നെ കൂടുതൽ കളിക്കാതിരിക്കില്ലേ, എല്ലോ പല്ലി പറ്റണ്ടെന്ന് തോന്നുന്നു. എന്നെയാണോ സംഭവം? സത്യം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ അപകടം അനുഭവിക്കുന്ന ഒരു വിഭാഗമാണ് ഞങ്ങളുടേത്. അതായത് നമ്മൾ ഈ ട്രാഫിക് ബ്ലോക്കിൽ ചെന്ന് കഴിഞ്ഞാൽ കുറേ നേരം ഈ ചുവപ്പ് ലൈറ്റ് ഇങ്ങനെ കത്തിക്കിടക്കും, പച്ച ലൈറ്റും കുറേ നേരം കത്തിക്കിടക്കും, മഞ്ഞ മാത്രം പടക്കോന്ന് പോക്കാം. ഇത് ഞങ്ങളോടുള്ള ഒരു അപകടതയാണെന്നുള്ള കാര്യം ഇത് യാതൊരു സംശയമില്ല. എന്തായാലും KGF എവിടെ കുറിച്ചാലും സ്വർണം കിട്ടുമെന്നാണ് അപ്പാ പറയുന്നത്. സ്വർണത്തിൻ്റെ കളർ എന്താ? മഞ്ഞ. അതുകൊണ്ട് ആ രാജ്യം ഭരിക്കാൻ എന്തുകൊണ്ട് യോഗ്യത ഞാനും എൻ്റെ മോനുമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എല്ലാവർക്കും നൽകുന്നത് നന്ദി നമസ്കാരം. താങ്ക് യു. അപ്പോൾ കുട്ടിന് വീര പോലെ ഞങ്ങളിങ്ങനെ ഇടയ്ക്ക് ഓരോരോ ഐറ്റമായിട്ട് വരും. താങ്ക് യു സോ മച്ച്. എത്ര ഗംഭീരമായൊരു സദസ്സാണ്. താങ്ക് യു. ഒരുപാട് കൂടുതലൊന്നും കാര്യമില്ല, ഇങ്ങനെ കുറച്ച് പേര് മതി, നമുക്കിങ്ങനെ ആഘോഷിക്കാം. അപ്പോൾ നമുക്ക് ഇനിയൊരു പാട്ടിനുള്ള സമയമാണ്. നമുക്ക് കൈരളി ചാനലിലെ പട്ടുറുമാൽ എന്ന പ്രോഗ്രാമിലൂടെ നിരവധി ഷോകളിലൂടെ സുപരിചിതയായ ഗായികയാണ്. പ്രത്യേകിച്ച് ഞങ്ങളോട് പറഞ്ഞ് ഞങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്ന നല്ല നല്ല പാട്ടുകൾ തന്നെ ആയിരിക്കണം എന്ന് എടുത്തു പറഞ്ഞതുകൊണ്ട് നമുക്കേറെ ഇഷ്ടപ്പെട്ട ആകാശദൂത് എന്ന ചിത്രത്തിലെ കാട്ടിലെ മൈനയെ പാട്ട് പഠിപ്പിച്ചതായിരുന്ന മനോഹരമായ ഗാനം നമുക്ക് സമ്മാനിക്കുന്നത് ഏറെ പ്രിയങ്കരിയായ സുപരിചിതയായ ഗായിക ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു സാന്ദ്ര. എല്ലാ മനുഷ്യരോടും ഒന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നമ്മളാരും ജാതിയുടെയോ മതത്തിൻ്റെയോ പേരിൽ കലഹിക്കരുത്. നമ്മളെല്ലാവരും ഒരമ്മ പെറ്റ മക്കളാണെന്നുള്ള കാര്യം പലപ്പോഴും മറന്നു പോകുന്നു. അശ്വനുമായിട്ടുള്ള ഭൂമിയിൽ എല്ലാ മനുഷ്യർക്കും നന്മ ഉണ്ടാവാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഒന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു. മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി മണ്ണു പങ്കുവച്ചു, മനസ്സു പങ്കുവച്ചു. എല്ലാവർക്കും നന്മകൾ നേരുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു.
പൊതുവിൽ നമ്മൾ ഏറ്റവും ബെസ്റ്റ് ഇപ്പോൾ മൊഴിമാറ്റ സിനിമകളാണ് കൂടുതലുള്ളത്. ഞങ്ങൾ കലാകാരന്മാർ ഈ കൊറോണ സമയത്തൊക്കെ കൂടുതലും ഡബ്ബിങ്ങിലേക്കൊക്കെ മാറി. കാരണം അതാകുമ്പോൾ ഒരു റൂമിനകത്ത് നിന്ന് ഞങ്ങൾക്ക് അങ്ങ് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ ഡബ്ബിംഗ് എന്ന് പറയുന്ന കല നമ്മളേറെ ഇഷ്ടപ്പെടുന്നതാണ്. മൊഴിമാറ്റ സിനിമകൾ ഇപ്പം മലയാളം, തമിഴ്, തെലുങ്കിലേക്കൊക്കെ ഒരുപാട് സിനിമകൾ വരുന്നുണ്ട്. അങ്ങനെ ട്രെൻഡായി മാറിയിട്ടുള്ള ഒരു സിനിമയാണ് KGF എന്ന് പറയുന്ന സിനിമ. റോക്കി ബായ്, KGF കണ്ടായിരുന്നോ? KGF റോക്കി ബായ് അറിയോ? അപ്പോൾ റോക്കി ബായുടെ ഒരു ശബ്ദം ഞാൻ അനുകരിക്കുകയാണ്. ചിത്രം KGF റോക്കി ബായ്. Violence, violence, violence. I don't like it. I avoid. But violence likes me. I can't avoid. ഏതെങ്കിലും 10 പേരെ തള്ളി ഡോണായി വന്നവനല്ല ഞാൻ തള്ളിയ 10 പേരും ഡോണുകളാണ്. താങ്ക് യു. ഈ KGF എന്ന് പറയുന്ന സിനിമ ഞാൻ എടുത്ത് പറയാൻ കാരണം KGFൽ എവിടെ കുഴിച്ചാലും സ്വർണം കിട്ടുമെന്നാണ് പറയുന്നത്. ഈ സ്വർണം കിട്ടുന്നിടത്ത് എന്തായാലും അവിടെ കുറച്ച് പേർക്ക് ഭരിക്കാൻ ആഗ്രഹം ഉണ്ടാവും. പ്രത്യേകിച്ച് രാഷ്ട്രീയക്കാർക്ക് അതിനോട് വല്ലാത്തൊരു മോഹവും കാണും. അപ്പോൾ KGF ഭരിക്കാൻ ഇഷ്ടപ്പെടുന്നത് നമ്മുടെ ഇപ്പോഴത്തെ രാഷ്ട്രീയ താരങ്ങളാണെങ്കിൽ ഹാസ്യത്തിന് വേണ്ടി മാത്രമാണ്. ഇത് കഴിയുമ്പോൾ എന്നെ പുറത്തിട്ടിട്ട് കൊങ്ങയ്ക്ക് പിടിക്കാൻ നിൽക്കരുത്, ചിരിക്കുക, കേൾക്കുക, മറക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മുടെ KGFലെ റോക്കി ബായ് ആയിട്ട് നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയാണ് വരുന്നതെങ്കിൽ എങ്ങനെയാ നോക്കാം. റോക്കി ബായ് ആയി മുഖ്യമന്ത്രി. സൈലൻസ്, സൈലൻസ്, സൈലൻസ്. നിങ്ങളെന്തിനാണ് കേരളയുടെ പേരിൽ വയലൻ്റ് ആകുന്നത്? ഞങ്ങൾ ഒരു പദ്ധതി നടപ്പാക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നടപ്പാക്കുക തന്നെ ചെയ്യും. പ്രതിപക്ഷം എന്ത് തരത്തിലുള്ള കൊഞ്ഞാട് കുത്തിയിട്ടും യാതൊരു കാര്യമില്ല. എന്തായാലും നമ്മുടെ നായർ സർവീസ് സാംസ്കാരിക സമിതി അതിൻ്റെ സിൽവർ ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ച് വന്നിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് ഞാൻ പാടാം. ഓണം വന്നല്ലോ, ഉണ്ണി പിറന്നല്ലോ, ഊഞ്ഞാല് ഇട്ടല്ലോ, കുട്ടി ചാടി മറിഞ്ഞല്ലോ. എല്ലാവർക്കും ഓണാശംസകളും ഒപ്പം സിൽവർ ജൂബിലി ആഘോഷിക്കുന്നു. നന്ദി, നമസ്കാരം. കൂടുതൽ സംസാരിക്കാൻ വേണ്ടിയിട്ട് കൊമ്മൻചാണ്ടി വരുന്നുണ്ട്. എന്താ നോക്കാം. റോക്കി ബായി ഒരു കാര്യം മനസ്സിലാക്കിയാൽ കൊള്ളാം. ഏതെങ്കിലും 10 പേരെ പാര വെച്ച് നേതാവായി വന്നയാളല്ല ഞാൻ പാര വെച്ചിട്ടുള്ള 10 പേരും വലിയ നേതാക്കന്മാരാ. അവരൊക്കെ വലിയ നിലയിലായി, ഞാനൊന്ന് പരിങ്ങിയെന്ന് മാത്രം. പക്ഷേ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള പല പദ്ധതികളും നിങ്ങൾ തൂട്ടിക്കൊണ്ട് കളഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കേരള കുറ്റി എവിടെ കുത്തിയാലും അത് ഞങ്ങൾ മാന്തി പൊളിച്ച് കടലിൽ കൊണ്ട് കളയുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്തായാലും റോക്കി ബായ് ആകാൻ പറ്റിയത് ഞാൻ തന്നെയാണ്. എന്തായാലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനൊരു പാട്ട് പാടാം. കൈയടിക്കാൻ പറ്റിയ ഇപ്പോഴത്തെ ട്രെൻഡ് പാട്ടാണ്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട്. പണ്ടേ പള്ളി പുതുപ്പള്ളി പുകളേറുണ്ടാക്കുയിൽ നാടാണ്, പണ്ടേ പള്ളി പുതുപ്പള്ളി പുകളേറുണ്ടാക്കുയിൽ നാടാണ്. ആവോ ജോടാതോ എല്ലാരും കൂടുന്നുണ്ടേ, ആവോ ജോടാതോ എല്ലാരും കൂടുന്നുണ്ടേ. പണ്ടേ പള്ളി പുതുപ്പള്ളി പുകളേറുണ്ടാക്കുയിൽ നാടാണ്, പണ്ടേ പള്ളി പുതുപ്പള്ളി പുകളേറുണ്ടാക്കുയിൽ നാടാണ്. മണിയാശാൻ അവനെ തോന്നുന്നു. 1 2 3 4 അല്ലടാ, വലിയ കാര്യമായി പോയി. നാണമില്ലേടോ കിറ്റി മേടിച്ച് ഇതിൻ്റെ കുറ്റി മാറ്റി കളയാൻ? അതെ, ഞങ്ങളുടെ കേരളത്തിൽ കുറ്റി ആരെങ്കിലും മാറ്റിയിട്ടുണ്ടെങ്കിൽ അവനെയൊക്കെ നിരത്തേക്ക് നിർത്തും. 1 2 3 4. അറിയാലോ, കൂടുതൽ കളിച്ചാലേ ആ ഷട്ടറങ്ങ് പൊക്കും. പിന്നെ കൂടുതൽ കളിക്കാതിരിക്കില്ലേ, എല്ലോ പല്ലി പറ്റണ്ടെന്ന് തോന്നുന്നു. എന്നെയാണോ സംഭവം? സത്യം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ അപകടം അനുഭവിക്കുന്ന ഒരു വിഭാഗമാണ് ഞങ്ങളുടേത്. അതായത് നമ്മൾ ഈ ട്രാഫിക് ബ്ലോക്കിൽ ചെന്ന് കഴിഞ്ഞാൽ കുറേ നേരം ഈ ചുവപ്പ് ലൈറ്റ് ഇങ്ങനെ കത്തിക്കിടക്കും, പച്ച ലൈറ്റും കുറേ നേരം കത്തിക്കിടക്കും, മഞ്ഞ മാത്രം പടക്കോന്ന് പടത്തിനൊക്കെ പോക്കാം. ഇത് ഞങ്ങളോടുള്ള ഒരു അവഗണനയാണെന്നുള്ള കാര്യം ഈ യാതൊരു സംശയമില്ല. എന്തായാലും KGFൽ എവിടെ കുറിച്ചാലും സ്വർണം കിട്ടുമെന്നാണ് അപ്പാ പറയുന്നത്. സ്വർണത്തിൻ്റെ കളർ എന്താ? മഞ്ഞ.
അതുകൊണ്ട് ആ രാജ്യം ഭരിക്കാൻ എന്തുകൊണ്ട് യോഗ്യത ഞാനും എൻ്റെ മോനുമാണെന്നുള്ള കാര്യത്തിൽ ഞാൻ സംശയമില്ല. എല്ലാവർക്കും നിർബന്ധം നന്ദി നയിക്കണം. താങ്ക് യു. അപ്പോൾ കുട്ടിന് വീര പോലെ ഞങ്ങളിങ്ങനെ ഇടയ്ക്ക് ഓരോരോ ഐറ്റമായിട്ട് വരും. താങ്ക് യു സോ മച്ച്. എത്ര ഗംഭീരമായൊരു സദസ്സാണ്. താങ്ക് യു. ഒരുപാട് കൂടുതലൊന്നും കാര്യമില്ല, ഇങ്ങനെ കുറച്ച് പേര് മതി, നമുക്കിങ്ങനെ ആഘോഷിക്കാം. അപ്പോൾ നമുക്ക് ഇനി ഒരു പാട്ടിനുള്ള സമയമാണ്. നമുക്ക് കൈരളി ചാനലിലെ പട്ടുറുമാൽ എന്ന പ്രോഗ്രാമിലൂടെ നിരവധി ഷോകളിലൂടെ സുപരിചിതയായ ഗായികയാണ്. പ്രത്യേകിച്ച് ഞങ്ങളോട് പറഞ്ഞ് ഞങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്ന നല്ല നല്ല പാട്ടുകൾ തന്നെ ആയിരിക്കണം എന്ന് എടുത്തു പറഞ്ഞതുകൊണ്ട് നമുക്കേറെ ഇഷ്ടപ്പെട്ട ആകാശദൂത് എന്ന ചിത്രത്തിലെ കാട്ടിലെ വൈരിയെ പാട്ട് പഠിപ്പിച്ചതാരെന്ന മനോഹരമായ ഗാനം നമുക്ക് സമ്മാനിക്കുന്നത് ഏറെ പ്രിയങ്കരിയായ സുപരിചിതയായ ഗായിക ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു സാന്ദ്ര. ഹലോ. താങ്ക് യു സോ മച്ച്. അങ്ങനെ നമ്മൾ ഇഷ്ടപ്പെട്ട പാട്ടുകൾ ഇങ്ങനെ ആസ്വദിക്കുന്നു. സംഗീതത്തിന് നമ്മളെന്തോ നമുക്ക് മ്യൂസിക് തെറാപ്പി എന്ന് പറഞ്ഞൊരു വലിയ സംഭവം തന്നെയുണ്ട് അല്ലേ? നമുക്ക് മനസ്സിനും നമ്മളെല്ലാം ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ, ഈ നിമിഷത്തിൽ ജീവിക്കുന്ന എത്ര പേരുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് കൈവക്കാമോ? ഒന്ന്,
2, 3, 4, 5 താമസം എടുത്തു. കണ്ടോ, ഈ നിമിഷത്തിൽ നമ്മൾ ജീവിക്കാൻ നമ്മൾ മറന്നു പോവുകയാണ്. ഈ നിമിഷത്തിൽ ജീവിക്കാൻ, ഈ നിമിഷത്തിൽ ആസ്വദിക്കാൻ നമുക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത ഞാൻ വിളിക്കാൻ പോകുന്നത് വയലിൻ തന്ത്രികൾക്ക് നമ്മുടെ മനസ്സുമായി ഹൃദയതാളവുമായി ശാന്തമാക്കാനുള്ള വലിയൊരു മാസ്മരികമായ കഴിവുണ്ട്. അത്തരത്തിൽ നമ്മൾ കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളിൽ ഒരുപിടി ഷോകളിലൂടെ നമ്മളെ ഏവരെയും വിസ്മയിപ്പിക്കാൻ പോകുന്ന വയലിൻ മാന്ത്രികത്തിലൂടെ നമ്മൾ ഇഷ്ടപ്പെട്ട ഗാനങ്ങളുമായി നമ്മളേറെ രസിപ്പിക്കാൻ പോകുന്ന ഒരു കലാകാരനെ നിറഞ്ഞ ആദരവോടെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം. സിദ്ധാർത്ഥ് ദിനേശ് ഓൺ സ്റ്റേജ്. സിദ്ധാർത്ഥ്.
ഹായ് മുംബൈ. അപ്പോൾ എല്ലാവർക്കും വലിയൊരു ഹായ്. എല്ലാവരും കണ്ടത് വലിയൊരു സന്തോഷം. അപ്പോൾ ഞാൻ നിങ്ങൾക്കറിയാവുന്ന കുറച്ച് പഴയതും പുതിയ കുറച്ച് സോങ്സ് വായിച്ചു തരാം. അപ്പോൾ നിങ്ങളതിൻ്റെ കൂടെ പാടണം. ഓക്കെ ആണോ? നിങ്ങൾക്ക് അറിയാവുന്ന സോങ്സ് ആയിരിക്കും. അപ്പോൾ പാടണം, കൈ അടിക്കണം, നിങ്ങളുടെ സപ്പോർട്ടെല്ലാം ഞങ്ങൾക്ക് തരണം. ഓക്കെ ആണോ? ഓക്കെ, വായിക്കട്ടെ. ഒരു വട്ടോട്. അപ്പോൾ കൈയടിക്കണം കേട്ടോ.
താങ്ക് യു സോ മച്ച്. ഒരുപാട് നന്ദി. ഇഷ്ടപ്പെട്ടോ? താങ്ക് യു സോ മച്ച്. അപ്പം ഓക്കെ. അപ്പോൾ നമുക്ക് സംഗീതത്തിൻ്റെ ലോകത്തു നിന്നും വീണ്ടും നിങ്ങളേവരെയും ഹാസ്യത്തിൻ്റെ ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. കോമഡി സ്കിറ്റ്സ്. വെഞ്ചാവരവും കൊമ്പും വീരാളിപ്പട്ടും കുമാരപ്പൊട്ടും പോരുടും ആനപ്പുറത്തമ്പോത്തി തമ്പുരാന്മാരും കാറ്റത്താടും കണ്ണാടി കൂടാരക്കൂരാപ്പും പട്ടാഭിഷേകം നിർത്തിക്ക് ആ പാട്ട് നിർത്തിക്ക്. ആ കിളവനങ്ങനെ ഈ പാട്ട് കേട്ട് വന്നാൽ ഇവിടെ പ്രശ്നം ഉണ്ടാകും. അയാളെ സത്യമാഷിന്റെ കടുത്ത ആരാധകനാ. സത്യമാഷിന്റെ പാട്ടിന്റെ എനിക്കറിയാം അമ്മിണി ചേച്ചി. അമ്മിണി ചേച്ചി അവിടെ നിൽക്കണ ഞാൻ കണ്ടായിരുന്നു. നീ കണ്ടായിരുന്നല്ലേ? ഈ ഷഷ്ടിപൂർത്തി സമയത്ത് തന്നെ വേണം കേട്ടാ ഇത്. എടാ എനിക്ക് 60 വയസ്സ് കഷ്ടിയൊക്കെ പൂർത്തിയായല്ലേ ഉള്ളൂ. എങ്കിലും ഉള്ളിൽ ഇപ്പോഴും ഉവ്വാവ. അമ്മേ അത് ശരിയാ, ശരീരം മൊത്തം ഉവ്വാവാ. അതെ, ഈ ഷഷ്ടിപൂർത്തിയായിട്ട് എന്താ പരിപാടി ഇവിടെ? പറയാ. ക്ഷണിച്ചവരൊക്കെ വന്നോ? ക്ഷണിക്കാത്തവരും വന്നിട്ടുണ്ട്. അമ്മിണി ചേച്ചി. അമ്മണി നമ്മുടെ സ്വന്തം അല്ലേ? അപ്പൊ ലീലേ സ്വന്തം. അപ്പൊ ഈ രാജമ്മ സ്വന്തം. ഈ സുകുമാരിയോ? എല്ലാം നമ്മുടെ സ്വന്തക്കാര് കൂടുതലുള്ള ഒരു ബലമല്ലേ? ഇത് ബലമല്ല, ഇത് ദൗർബല്യമാണ്. അല്ല, ഞാൻ വെറുതെ പറഞ്ഞാണ്. അല്ല, എന്താ ഇവിടെ പരിപാടി? പറഞ്ഞുതരാ. എടാ, എന്റെ മക്കളുടെ കാര്യമൊക്കെ അറിയാലോ? അറിയാം. മൂത്തവൻ ഉറുമീസ് രാജ. മമ്മൂട്ടിയുടെ സൂര്യമാനസം സിനിമ റിലീസായ അന്ന് തന്നെയാ ഇവനും റിലീസായത്. അതെ, അതുകൊണ്ട് എന്താ മമ്മൂട്ടിയുടെ അതേ നടപ്പ്, അതേ ഇരിപ്പ്, അതേ കിടപ്പ്, ആ കൈകൊണ്ടുള്ള കുത്ത്, സംസാരം, എന്തിനു പറയുന്നു? മമ്മൂട്ടിയെ അങ്ങ് വാർത്ത് വെച്ചേക്കുവല്ലേ. ഡാൻസ് കളിക്കോന്നോ? കളിച്ചാ പിന്നെ പിടിച്ചാ കിട്ടൂല. അമ്മാതിരി കളിയാ. കളി കണ്ട് കളിയാക്കാൻ നിൽക്കരുത്. ഞാൻ കളിയാക്കോ? അവനിങ്ങോട്ട് വിളിക്കുന്നു. എങ്കിൽ വിളിക്കാം. മലയാളികളുടെ കണ്ണിലെ ഉണ്ണി, എന്റെ പൊന്നോമന പുത്രൻ ഉർമീസ് രാജ. Come on. ഡബിൾ സ്ട്രോങ് അല്ല, ട്രിപ്പിൾ സ്ട്രോങ്. രാജയും രാജയുടെ പിള്ളേരും സ്ട്രോങ്ങാ, ഡബിൾ സ്ട്രോങ് അല്ല, ട്രിപ്പിൾ സ്ട്രോങ്. എന്റെ പൊന്നോ, ട്രിപ്പിൾ സ്ട്രോങ് അല്ല, നിന്റെ തുപ്പൽ സ്ട്രോങ് ആയിപ്പോയി. അച്ഛാ, പുട്ട് റെഡിയാണ്. നശിപ്പിച്ചില്ലടാ എല്ലാം. ഞാൻ എന്തൊക്കെ പറഞ്ഞ് കയറ്റി വെച്ചാടാ. ഒരു പഞ്ചില്ലാത്ത വരവും ഗാംഭീര്യം ഇല്ലാത്ത ശബ്ദവും. ഇതാണ് മമ്മൂട്ടീനെ വാർത്ത വെച്ചിരിക്കാന്നൊക്കെ പറഞ്ഞു. അതെന്താന്നോ, ഈ പ്രസവത്തിൽ സംഭവിച്ച ഒരു കൺഫ്യൂഷനാണ്. 2 ആഴ്ച കൂടി കഴിഞ്ഞിട്ട് പിന്നെ പ്രസവിച്ചാൽ മതിയായിരുന്നു. അതെന്താ? അന്നായിരുന്നെങ്കിൽ പപ്പയുടെ സ്വന്തം അപ്പൂസിന്റെ റിലീസിംഗ് ഉണ്ടായിരുന്നു. അങ്ങനെ ആയിരുന്നെങ്കിൽ അപ്പനോടെങ്കിലും ഇത്തിരി സ്നേഹം ഉണ്ടായിരുന്നു. ഇപ്പൊ അപ്പനോടല്ല, പുട്ടിനോടാ സ്നേഹം. നീ അത് വരും. അതൊക്കെ എന്റെ മോള്, അവള് വേറെ ലെവല. മോഹൻലാലിന്റെ സ്ഫടികം സിനിമ റിലീസായ അന്നാ അവളും റിലീസായത്. അതുകൊണ്ട് എന്താ, മോഹൻലാലിന്റെ അതേ നടപ്പ്, അതേ ഇരിപ്പ്, അതേ കിടപ്പ്, മോഹൻലാലിന്റെ അങ്ങ് വാർത്ത് വെച്ചേക്കൂല്ലേ. ഒരു വാർക്കല് ഞാൻ കണ്ടായിരുന്നു. അല്ല, എന്നാ ആളെ വിളിക്കുന്നുണ്ട്. അമ്മേ, മോഹൻലാലിന്റെ അതേ രൂപവും ഭാവവും ആവാഹിച്ച മൂർത്തിയുടെ ഇപ്പോഴത്തെ പേര് മോളെ മോഹിനിലാല്.
എന്നെ ഇഷ്ടമാണ് ആളുകൾക്ക്. സവാരി ഗിരിഗിരി. മോനെ ദിനേശ, ഇടന്ന കൊമ്പന്റെ കണ്ണിലെ കൃഷ്ണമണിക്ക് തോട്ടി കയറ്റി കളിക്കല്ലേ, ചവിട്ടി താഴ്ത്തു ഞാൻ പാതാളത്തിലേക്ക്. ശംഭോ മഹാദേവ. എന്റെ മഹാദേവ, ഒരെണ്ണം പുട്ട് വേറൊരെണ്ണം തോട്ടി. ഞാൻ തോറ്റു. എന്റെ പൊന്നുമോളെ, ഞാൻ ദിനേശനല്ല, സത്യശീലൻ. നിന്റെ തണ്ട പടി, തന്തപ്പടി. ചില ദുരന്തങ്ങൾ നമ്മൾ സഹിച്ചല്ലേ പറ്റൂ, അല്ലേ? ആഹാ, ഇവിടെ ഇതല്ല ഇതിന്റെ അപ്പുറം പറയും. സ്ത്രീകൾ ഉണ്ണിയാർച്ചനെ പോലെ മോഹിച്ചുകൊണ്ട് വെറുക്കും, വെറുത്തുകൊണ്ട് ചിരിക്കും, ചിരിച്ചുകൊണ്ട് കരയും, വേണ്ടി വന്നാൽ തുപ്പൽ കോളാമ്പിക്ക് വരെ എറിയും. ഇനി തുമ്മയായിരുന്നു. പക്ഷെ ഞാനത് ചെയ്യില്ല. ജോസഫ് അലക്സിനെ ഒറ്റ തന്തയിൽ ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. ആ തന്തയെ കൊണ്ട് തന്തയ്ക്ക് വിളിപ്പിക്കരുത്. അല്ലേ, ഇവൻ പറഞ്ഞ പോലെ മോളെന്നെ തുപ്പക്കോളാമ്പിക്ക് എറിയോ? അപ്പനൊന്നും അറിയില്ല, കാരണം അപ്പൻ കുട്ടിയാണ്. അപ്പാ, അവൻ ചിന്തിച്ച് തീരുന്നിടത്ത് ഞാൻ ചിന്തിച്ചു തുടങ്ങും. ഇത് ഞാൻ നേരത്തെ ചിന്തിക്കേണ്ടതായിരുന്നു. ദൈവമേ, ഈ പടം രണ്ടും റിലീസ് ചെയ്യണ്ടായിരുന്നു. പെട്ടിക്കേക്ക് തന്നെ ഇരുന്നാ മതിയായിരുന്നു. മോനെ ദിനേശ, ഒന്ന് മാറിയേ. അവനെ കയറി മോനെന്നോ? വഴി മാറടാ ഉണ്ടക്കൽ ശേഖര. ഇതൊക്കെ ചേരുന്നതിന്റെ അപ്പൻ. അയ്യോ, അല്ലല്ല, ഇവളുടെ അപ്പൻ ഞാൻ തന്നെ. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? പുട്ടേ, തന്റെ തന്തയല്ല എന്റെ തന്ത. അന്ന് എന്റെ തന്തയല്ല അവന്റെ തന്ത. ആ, അങ്ങനെ കറക്റ്റായിട്ട് പറയാം. ആ പുട്ടേ, എടാ, നിന്റെ വായിക്കകത്തും പുട്ട് ചെവിക്കകത്തും പുട്ടാണ്. ഇതൊക്കെ കേൾക്കുന്നുണ്ടോ നീ? കേൾക്കുന്നുണ്ടോന്നോ? പഴശ്ശിയുടെ കളി കമ്പനി കാണാൻ പോകുന്നേ ഉള്ളൂ. അടിയുടെ ഇടിയുടെ വെടിയുടെ പൂരമാണ്. രാജാ சொல்றது மட்டும்தான் செய்வா, செய்வது மட்டுமா ஹல்வா. രാജയുടെ പിള്ളേർ സ്ട്രോങ്ങാ, ഡബിൾ സ്ട്രോങ് അല്ല, ട്രിപ്പിൾ സ്ട്രോങ്. അയ്യോ, ഇനി ഞാൻ സഹിക്കില്ല. മറ്റേ പിള്ളേര് ട്രിപ്പിൾ സ്ട്രോങ് ആണെന്ന്. ഓരോരുത്തർ 5-ാം പനി, മറ്റൊരു ചിക്കൻ കുനിയ. എഴുന്നേറ്റ് നിൽക്കാൻ ശേഷിയില്ല. ഒക്കെ എടുത്ത് ആശുപത്രി കൊണ്ടുപോകണം. ഇവിടെ ഒരു നല്ല കാര്യം നടക്കാൻ പോവാം. എടാ, ഷഷ്ടിപൂർത്തിയുടെ ആഘോഷം ഗംഭീരമാക്കാൻ വേണ്ടി 2 കാതികന്മാർ ഇത് കഥ പറയാൻ വരുന്നുണ്ട്. കഥ പറയണമെങ്കിൽ മമ്മൂട്ടിയുടെ കഥ പറയണം. ഇല്ല, ഇവിടെ കഥ പറയുകയാണെങ്കിൽ അത് ലാലേട്ടന്റെ കഥ പറഞ്ഞാൽ മതി. മമ്മൂട്ടിയുടെ കഥ പറ. ലാലേട്ടന്റെ കഥ മതി. മമ്മൂട്ടിയുടെ കഥ മതി. ലാലേട്ടൻ മതി. മമ്മൂട്ടി. ലാലേട്ടൻ. മമ്മൂട്ടി. ലാലേട്ടൻ. മമ്മൂട്ടി. ഒന്നും ബഹളം ഉണ്ടാക്കാതിരിക്കെ. മമ്മൂക്കയുടെയും ലാലേട്ടന്റെയും കഥ പറയുന്ന ന്യൂജൻ കാതികന്മാരെയാണ് അച്ഛൻ ക്ഷണിച്ചിട്ടുള്ളത്. കൊച്ചിൻ പ്രദേശ്. പ്രിയമുള്ളവരെ, കലാസ്നേഹികളെ, കലാസ്നേഹികളെ, പ്രിയമുള്ളവരെ, പ്രിയമുള്ളവരെ, കലാസ്നേഹികളെ, എവിടെയെങ്കിലും ഉറപ്പിക്കും. പ്രിയമുള്ള കലാസ്നേഹികൾക്ക് രമേശ് കൊച്ചിന്റെയും സതീഷ് കൊച്ചിന്റെയും ഊഷ്മളമായ സ്വാഗതം. പ്രിയമുള്ളവരെ, ഇതാ അങ്ങോട്ട് നോക്കൂ. അവിടെ ഇതിനെ കാണുന്നുണ്ടോ? ചേട്ടാ, അതല്ല, അദ്ദേഹത്തിന്റെ ചൂണ്ടാണി വിരലിലേക്ക് നോക്ക്. എന്റെ ദൈവം, ഇത് കുഴിതാമെന്ന് പഴുത്ത് ചീഞ്ഞിരിക്കണം. അതല്ല, സങ്കല്പം. സങ്കല്പമൊന്നുമല്ല, പഴുത്ത് ചീഞ്ഞിരിക്കാൻ കൊണ്ട് ഇഞ്ചക്ഷൻ ചെയ്യും. അവിടെ ഒരു ആൽമരം. ആ ആൽമരത്തിന്റെ ചോട്ടിൽ 2 ആത്മാർത്ഥ സുഹൃത്തുക്കൾ. ഒന്ന് രമണൻ, മറ്റൊന്ന് രമണി. എടാ, രമണിയുടെ കഥ പറയാനല്ല നിങ്ങളെ വിളിച്ചത്. നിങ്ങൾ മമ്മൂട്ടിയുടെ മോഹൻലാലിന്റെ കഥ പറഞ്ഞാൽ മതി. അത് പെട്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എവിടെ നിർത്തി പറയാം. എന്റെ ഒരു മോഹൻലാലിന്റെ ആരാധകനും മോള് മമ്മൂട്ടി പോയി. എന്തെങ്കിലുമൊക്കെ ആട്ടെ, പക്ഷെ അത് മമ്മൂട്ടിയുടെ മോഹൻലാലിന്റെ കഥ ഇവിടെ പറഞ്ഞാൽ അല്ല, ചേട്ടൻ എങ്ങനെ പെട്ടെന്ന് കഥ പറയാൻ പറഞ്ഞു? ഞങ്ങൾ എങ്ങനെ പറയാനാണ്? പോണെങ്കിൽ പെട്ടെന്ന് കഥ പറഞ്ഞോളൂ. നമുക്ക് കാര്യം ചെയ്താൽ മറ്റേ കഥ പറഞ്ഞാൽ. മറ്റേ കഥ എന്നോട് പറയാം. എന്റെ പൊന്നു ചേട്ടാ, അതല്ല, മമ്മൂട്ടിയും മോഹൻലാലും അഭിനയിച്ച സിനിമാ പേരുകൾ മാത്രം കോർത്തിണക്കി ഞങ്ങളൊരു കഥ പറയും. എന്നാ ഞാൻ പൊളിക്കും. അതല്ല, അടിച്ച് പൊളിക്കും. നല്ല കാര്യമായിരിക്കും. സൂപ്പർ കഥയായിരിക്കണം.
അപ്പൊ പ്രിയമുള്ളവരെ, നിങ്ങൾ എല്ലാവരുടെയും അനുഭവത്തോടുകൂടി മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും സിനിമാ പേരുകൾ മാത്രം കോർത്തെടുക്കൊണ്ട് ഇതാ ഇന്ന് മുതൽ ഇവിടെ തുടങ്ങുന്നു. പറയാനും വയ്യ, പറയാതിരിക്കാനും വയ്യ. അതെന്നാ പരിപാടിയാണ്? പറയാനും വയ്യ, പറയടാ ചേട്ടാ. പറയാനും വയ്യ, പറയാതിരിക്കാനും വയ്യ എന്ന് പറഞ്ഞ മമ്മൂട്ടിയും മോഹൻലാലും ഒരുമിച്ച് അഭിനയിച്ച സിനിമയുടെ പേരാണ്. അതാണ് ഞങ്ങളുടെ കഥയുടെ പേര്. പറയാനും വയ്യ, പറയാതിരിക്കാനും വയ്യ. വർഷം 1921. ഇലവങ്കോട് ദേശത്തിലെ ഈ തണുത്ത വെളുപ്പാങ്കാലത്ത് കുഞ്ഞനന്റെ കടയിൽ രണ്ട് അപരിചിതന്മാർ ആരോരും അറിയാതെ കടൽ കടന്നൊരു മാത്തുക്കുട്ടിയെ പോലെ ഭൂത കണ്ണാടിയും വെച്ച് കാണാൻ അറിയത്തിരിക്കുന്നു. ആരാണവർ? നോക്കത്താ ദൂരത്ത് കണ്ണു നട്ടിരിക്കുന്നത്. ചോട്ടാ മുംബൈയിൽ നിന്ന് റെഡ് വൈനും ക്രിസ്ത്യൻ പ്രദേശ സ്പിരിറ്റും കിടത്തുന്ന സാഗർ ജാക്കിയാണ്. അല്ല, സിംഗപ്പൂരിൽ നിന്നും വെനീസിലെ വ്യാപാരിയായി വന്ന് തസ്കര വീരനെ പോലെ രാജമാണിക്യമായി മാറി ഇന്ദ്രപ്രസത്തിലെറിയ രാജാതി രാജയാണോ? ഒരിക്കലുമല്ല. പിന്നെ ആര്? ചൈന ടൗണിൽ നിന്നും കാണ്ടക്കാർ വഴി മഹാസമുദ്രത്തിന്റെ അടിയൊഴുക്കുകൾ നീന്തിക്കിടന്ന് അറിയാത്ത വീതികളുടെ ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റിലെത്തി 3-ാം മുറിയിലൂടെ നാട്ടുരാജാവായും മാടമ്പ്യമാണ് നരസിംഹമാണോ? ഒരിക്കലുമല്ല. പിന്നെ ആരാണ്? ശക്തമായി നാട്ടിൽ നിന്ന് ട്രെയിൻ കയറി ആഗസ്റ്റ് 15 ദുബായിൽ പ്രജാപതിയായി മാറി ഒരു മഴയത്ത് മുമ്പേ രാജാവിനെ പോലെ വന്ന അധിക രാവണനായി മാറിയ പോക്കിരി രാജയാണോ? പോക്കിരി രാജയാണോ? പോക്കിരി രാജയാണോ? പോക്കിരി രാജയാണോ? ഞാൻ രമേശ് കൊച്ചി. ഞാൻ സതീഷ് കൊച്ചി. വന്നിരിക്കുന്നത് അത് മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം ബാല്യകാല സഖിയായ ശ്യാമയെ ഒരു നോക്ക് കാണാൻ 3 മാസങ്ങൾക്ക് മുമ്പ് പുഴ ഒഴുകും വഴി അങ്ങാടിക്കപ്പുറത്തേക്ക് സന്ധിക്ക് വിരിഞ്ഞ പൂവുമായി കിന്നാരം ചൊല്ലാൻ വന്ന കുട്ടേട്ടൻ. അതാണ് ഒരാൾ. മറ്റേയാളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാലോ, മാമ്പഴക്കാലത്ത് തന്നെ മാമാട്ടിക്കുട്ടിയമ്മയ്ക്ക് തേമായും കുമ്പത്തെ കിളിച്ചെണ്ണ മാമ്പഴം കൊടുക്കുവാൻ അക്കരെ നിന്ന് കിരീടവും ചങ്കോലും വെച്ച താഴ്വാരത്തോട് വാമനപുരം ബസ് റൂട്ട് വഴി വീട്ടിൽ അങ്കോളിലെത്തിയ മിസ്റ്റർ ബ്രഹ്മചാരിയും ദേവദൂതമായ ബാലേട്ടൻ. അതാണ് മറ്റൊരാൾ. പ്രമാണിയായ പ്രാഞ്ചിയൻ, നാട്ടുരാജാവായ മാടമ്പി, അതിലൊരാൾ ഹരി, മറ്റൊരാൾ കൃഷ്ണൻ. അവരാണ് സുഹൃത്തുക്കൾ ഞങ്ങളുടെ കഥയിലെ നായകന്മാർ ഹരികൃഷ്ണൻ. ഹരിയുടെ ഫേസ് ടു ഫേസ് ആണല്ലോ പഴശ്ശി രാജീവ്. കൃഷ്ണന്റെ മുഖം കണ്ടാൽ അഗ്നി ദേവരെ പോലെ. അത്രയ്ക്ക് മഴയ രാവണാണ് ഹരി. അത്രയ്ക്ക് മടങ്ങി രാവണ പ്രഭുവാണ് കൃഷ്ണൻ. അവരാരും കാത്തിരിക്കുക. അവരാരും കാത്തിരിക്കുക. ആരെയാണ് കാത്തിരിക്കുന്നത്? ഞാൻ രമേശ് കൊച്ചി. ഞാൻ സതീഷ് കൊച്ചി. അത് കാത്തിരിക്കും മറ്റാരുമല്ല, നമ്മുടെ കഥയിലെ നായിക സുന്ദരിയും സുമുഖിയുമായ മീര. ഹരികൃഷ്ണന്മാരുടെ മാത്രം മീര. നിനക്ക് അവിടെ തെറ്റി ഹരിയുടെ മാത്രം. അല്ല, നിനക്ക് തെറ്റി കൃഷ്ണന് മാത്രം മീര. ഇല്ല, മീര സ്നേഹിക്കുന്ന ഹരി. അല്ല, മീര സ്നേഹിക്കുന്ന കൃഷ്ണനെയാണ്. ഒരിക്കലും മീര കൃഷ്ണൻ സ്നേഹിക്കില്ല. കാരണം പരദേശിയായി നടന്ന് സ്പിരിറ്റ് അടിച്ച് താണ്ഡവമാടി അങ്കിൾ പണ്ണും നിന്ന് പെരിച്ചാടിയെ വേട്ടയാടാൻ നടക്കുന്ന മിസ്റ്റർ ഫ്രോഡാണ് കൃഷ്ണൻ. ഹരിയെ കുറിച്ച് അറിയാമോ? അനുഭവങ്ങൾ പാലിച്ചകളായി ജവാനോ വെള്ളിമരി അടിച്ച് വാരി കീഴുന്ന താപ്പാനെ പോലെ ബ്ലാക്ക് നിറമുള്ള കിങ് കോബ്രയായി മാറിയ തസ്കര വീരനെ പോലെയുള്ള പോത്തൻ ഭാവിയായ സ്വന്തം മാടേണ്ടടാ ഹരി. അല്ലടാ, നിനക്ക് തെറ്റി. ബെക്സ്റ്റാറ്റിലൂടെ യുഗപുരുഷനായി മാറി ഈ സാമ്രാജ്യത്തിന്റെ മുഴുവൻ വെല്ലേട്ടനും ബിഗ് ബിയും ഗോഡ്മാനും കിങ്ങും ഗ്രേറ്റ് ഫാദറും മാസ്റ്റർ പീസും ഭീഷ്മപർവുമായ റോഷാ കന്നഡ മമ്മുക്ക. ലാലേട്ടനെ കുറിച്ച് അറിയാൻ പാടില്ലാത്തവരാണ്. എന്നും എപ്പോഴും ഒന്നാമനായി ഭഗവാനായ അഗ്നിദേവനെ പോലെ നാടോടിയായും നാട്ടുരാജാവായും ജില്ലയിലെ ഉടയോനായി മാറിയ പുലിമുരുകനായ ആറാട്ടാണ് ഞങ്ങളുടെ ലാലേട്ടൻ. എന്തിനു വേണ്ടി പൂക്കുന്ന കണ്ടറിഞ്ഞു. നീ പോടാ കൂതറ. ഹരി ഒരു അഭിഭാഷകന്റെ കേസ് ഡയറിയാണ്. കൃഷ്ണൻ ടി പി പാലക്കൊല്ലൻ എമ്മയാണ്. പെരിച്ചാഴി, കുട്ടിസാങ്ക, പരദേശി, പട്ടണത്തിൽ കൂതമേ. ഒറ്റ അടിക്കുറിപ്പെന്നാണ് ഞാൻ 3 നമ്പർ എടുക്കും. എന്നാ പിടിച്ചൊരു അടിവേരികൾ. മണിച്ചിത്രത്താഴ് ഉടയോ. എടാ, മമ്മൂക്ക ഫാൻസാണ് ഇവിടെ കൂടുതൽ. ലാലേട്ടൻ ഫാൻസാണ് കൂടുതൽ. മമ്മൂക്ക ഫാൻസാണ് ഇവിടെ കൂടുതൽ. ലാലേട്ടൻ ഫാൻസ് കൈയിടിച്ചേ. മമ്മൂക്ക ഫാൻസ് കൈയിടിച്ചേ. ലാലേട്ടൻ ഫാൻസ് കൈയിടി. ലാലേട്ടൻ ഫാൻസ്. ഇവിടെ മമ്മൂട്ടിക്കും ഫാൻസ് ഉണ്ട്, മോഹൻലാലും ഫാൻസ് ഉണ്ട്. പക്ഷെ മമ്മൂട്ടിയും മോഹൻലാലും വരെ ആരാധിച്ചിരുന്ന ഒരു നടൻ ഇവിടെ ഉണ്ടായിരുന്നു. മഹാനായ നടൻ, മലയാളികളുടെ മനസ്സിൽ ഇന്നും കാത്തു സൂക്ഷിക്കുന്ന ആ മഹാനായ നടൻ ആരാന്നറിയോ? മറയുന്ന സൂര്യൻ ഇന്നലെ ഇത്തറ പാട്ടിൽ തത്തി കളിച്ചൊരു പൊൻസൂര്യൻ തെല്ലു തെക്കേ പുറത്തെ മുറ്റത്ത് 6 അടി മണ്ണിലുറങ്ങയല്ലോ. തെല്ലു തെക്കേ പുറത്തെ മുറ്റത്ത് 6 അടി മണ്ണിലുറങ്ങയല്ലോ. ഇന്നിശ്ശേരി വീട്ടിൽ രാമൻ മകൻ മണി. അതെ, നമ്മുടെ സ്വന്തം കലാഭവൻ മണി. ചാലക്കുടിയുടെ ചെറുകുടിയിൽ നിന്നും ജ്വലിച്ചുയർന്ന സുവർണ നക്ഷത്രം. ഇല്ലായ്മകളുടെ കാലത്ത് ജീവിത പെരുവഴിയിലൂടെ രാപ്പകലില്ലാതെ നെട്ടോട്ടമോടിയ ആ മുച്ചക്രവാഹനം മണിക്ക് ദൈവം തന്നെയായിരുന്നു. പിന്നെ ആയിരക്കണക്കിന് ഉത്സവപ്പറമ്പുകളെ മിമിക്രി വേദികളിലൂടെ ഇളക്കി മറിച്ചു ആ ചിരിയും നാടൻ പാട്ടുകളുമെല്ലാം. ഈ പ്രതിഭ തിരിച്ചറിഞ്ഞ് മലയാള സിനിമ
മണിക്ക് മുൻനിരയിൽ തന്നെ ഇരിപ്പിടമൊരുക്കിയത് ചരിത്രം. പിന്നെ അത് തെന്നിന്ത്യൻ ചലച്ചിത്ര ലോകം ആകെ പടർന്ന മണിക്കിലുക്കമായി. അങ്ങനെ വാസന്തിയുടെയും ലക്ഷ്മിയുടെയും ജീവനായ കൊച്ചേട്ടൻ രാജ്യത്തിന്റെ ആകെ പ്രത്യേക ശ്രദ്ധ പിടിച്ചുപറ്റി. ആരോടും പറയില്ലേ, എന്താ കാര്യം പറഞ്ഞാലേ അറിയാൻ പറ്റൂ. നേട്ടങ്ങളുടെ പടവുകൾ ഓരോന്നായി കയറുമ്പോഴും കാലുറപ്പിച്ച മണ്ണിനെ, കടന്നു വന്ന വഴികളെ വിസ്മരിച്ചില്ല കലാഭവൻ മണി. ഒരുവിധപ്പെട്ട സിനിമാ നടന്മാരെ കുറിച്ച് അറിയുന്നുണ്ടെങ്കിൽ വെബ്സൈറ്റ് ഓൺ ചെയ്ത് നോക്കണം. പക്ഷെ കലാഭവൻ മണി ആരാന്ന് അറിയുന്നുണ്ടെങ്കിൽ വെബ്സൈറ്റ് ഒന്നും ഓൺ ചെയ്യണ്ട. എനിക്കൊരു ഷെയ്ക്കിന്റെ തന്നാൽ അറിയാൻ പറ്റും ഞാൻ എവിടെ നിന്ന് വന്നതാണ്, എന്തൊക്കെ ജോലി ചെയ്തിട്ടാണെന്ന് കൃത്യമായിട്ട് അറിയാൻ പറ്റും. മണിയെ ഓർക്കുമ്പോൾ ആദ്യമെത്തുന്നത് ഒരുപക്ഷെ അദ്ദേഹം അനശ്വരമാക്കിയ നാടൻ പാട്ടുകളാണ്. തന്റെ പൊള്ളുന്ന ജീവിതത്തോട് ചേർത്തു വെച്ച ആ നാടൻ പാട്ടുകൾ കേരളം ഒന്നാകെ ഏറ്റുപാടുന്നത് ഈ അതുല്യ കലാകാരന്റെ കയ്യൊപ്പ് പതിഞ്ഞിരിക്കുന്നത് ജനഹൃദയങ്ങളിൽ തന്നെയാണെന്നതിന്റെ ജീവിക്കുന്ന സാക്ഷ്യപത്രമാണ്. മണി എന്ന മനുഷ്യനിലെ കലാകാരനും ആ കലാകാരനിലെ മനുഷ്യനും മലയാളി ഉള്ളിടത്തോളം കാലം ജീവിക്കുക തന്നെ ചെയ്യും. തന്റെ മരണം കണ്ട് മനസ്സൊന്ന് പിടച്ചു നിൽക്കുമ്പോ നിന്റെ മകനെ ഞാൻ കൊല്ലും. ഇത് 2 കുപ്പി കള്ളിന്റെ പുറത്ത് കൊച്ചിയിലെ ലോക്കൽ കുട്ടികൾ പറയണ വാക്കല്ല. കൊല്ലുന്നു പറഞ്ഞ് നടേശൻ കൊന്നിരിക്കും. ചാലക്കുടി പുഴയുടെ നിലയ്ക്കാത്ത തേങ്ങലുകളിൽ നിന്ന് ഈ അതുല്യ കലാകാരന്റെ ജ്വലിക്കുന്ന ഓർമ്മകൾക്ക് മുന്നിൽ സമർപ്പിക്കുന്നു കൊച്ചിൻ വിസ്മയുടെ 1000 അശ്വപുഷ്പങ്ങൾ. പ്രിയമുള്ളവരെ, നമ്മുടെ മണിച്ചേട്ടന്റെ പാട്ടുമായി നമ്മുടെ മുന്നിലേക്ക് ഒരു പ്രിയ ഗായകനെ ഏറെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം. ഷാനവാസ്. യെസ്. How are you? How are you? How many people fans of Kalaabhavan Mani? How many people fans of Kalaabhavan Mani? Oh yes. Yeah, okay, let's go. നമ്മൾ മണിച്ചേട്ടന് ട്രിബ്യൂട്ട് കൊടുക്കാൻ. പ്ലീസ് ടേക്ക് യു ഫോൺ. ഫോൺ എത്ര പേരുടെ കയ്യിലുണ്ടെന്നോ ഓണാക്കുമോ? ഫോൺ പ്ലീസ് ടേക്ക് യു ഫോൺ. എല്ലാവരും മൊബൈലിന്റെ ഫ്ലാഷ് ഒന്ന് ഓണാക്കുമോ? നമ്മുടെ മണിച്ചേട്ടൻ 1 2 3 4 5 6 7 8 എല്ലാവരും പ്ലീസ്. എക്സ്ക്യൂസ് മീ, ഇത്രയും പേരുടെ കയ്യിലുള്ളൂ ഫോൺ ഇല്ല. ഇവിടെ ആരെങ്കിലും ഒന്ന് വേവ് ചെയ്തേ. Yeah, that's it. Thank you so much. Great. കണ്ണിമംഗ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടെ എന്റെ ഒന്നാരേ മാമ്പഴമാകട്ടെ എന്ന് ജയിക്കുമ്പോൾ മോണിച്ചോ. റെഡിയാണോ? റെഡിയാണോ? Please take a phone and wave it. Come on, 1 2 3. Ni manga bayar
ചാരം കുടിച്ച് എന്റെ മുടക്കത്തിലാക്കണം വെള്ളി നീ കൊടുക്കാൻ പറ്റാത്തോണ്ട് നീ പണി ചെയ്തു കല്യാണ കുട്ടികൾക്ക് കുട്ടികളുടെ മുഴുവൻ പാടിയെടുത്ത് പകല് മുഴുവൻ പാടിയെടുത്ത് പകല് മുഴുവൻ പാടിയെടുത്ത് കാശിന് കണ്ണ് കുടിച്ച് Thank you so much. Everyone. Please come here. Everyone, under the village. Come on, shout out first. Thank you so much. What happened? Are you happy? Everyone say it. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോ ചന്ദന ചോപ്പുള്ള വികാരി പെണ്ണിനെ കണ്ടേഞ്ഞ ചെമ്പലിക്കാണി വീട്ടിലെ പെണ്ണിനെ കൊണ്ടിന് നെയ്യുള്ള വിടക്കണം വീരാണ് വീരുകൊണ്ടും തുമ്മിക്കൊട്ടും ഓടിയില്ല വീരുകൊണ്ടും തുമ്മിക്കൊട്ടും ഓടിയില്ല നേരം പോയി മീനും ചീനെ കച്ചവടം കൊള്ളത്തില്ല നേരം പോയി മീനും ചീനെ കച്ചവടം കൊള്ളത്തില്ല ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചോപ്പുള്ള വികാരി പെണ്ണിനെ കണ്ടേഞ്ഞ ചെമ്പലിക്കാണി വീട്ടിലെ പെണ്ണിനെ കൊണ്ടിന് നെയ്യുള്ള വിടക്കണം വീരാണ് ആരാരുമാവാത്ത കാലത്തു ഞാനെന്ന് ഓട്ടി നടന്നു വണ്ടി എന്റെ കുടുംബത്തിൻ പട്ടിണി മാറ്റിയ ദൈവമാണോട്ടോ വണ്ടി ആരാരുമാവാത്ത കാലത്തു ഞാനെന്ന് ഓട്ടി നടന്നു വണ്ടി എന്റെ കുടുംബത്തിൻ പട്ടിണി മാറ്റിയ ദൈവമാണോട്ടോ വണ്ടി ആരാരുമാവാത്ത കാലത്തു ഞാനെന്ന് ഓട്ടി നടന്നു വണ്ടി എന്റെ കുടുംബത്തിൻ പട്ടിണി മാറ്റിയ ദൈവമാണോട്ടോ വണ്ടി നോട്ടിന്റെ ചാപ്പകളില്ലാതെ മോടിയുമ്പോ മനുഷ്യന്റെ കയ്യിൽ നടുവുള്ള നടത്തിയതോട്ടോ വണ്ടി ഊരിന്റെ നോട്ടിന്റെ ചാപ്പകളില്ലാതെ മോടിയുമ്പോ മനുഷ്യന്റെ കയ്യിൽ നടുവുള്ള നടത്തിയതോട്ടോ വണ്ടി മാവട്ട കാലത്തു നടന്നു കൂട്ടി നടന്നു വണ്ടി എന്റെ കുടുംബത്തിൽ പട്ടിണി മാറ്റിയ ദൈവമാണോട്ടോ വണ്ടി ഊരിന്റെ നോട്ടിന്റെ ചാപ്പകളില്ലാതെ മോടിയുമ്പോ മനുഷ്യന്റെ കയ്യിൽ നടുവുള്ള നടത്തിയതോട്ടോ വണ്ടി ഊരിന്റെ നോട്ടിന്റെ ചാപ്പകളില്ലാതെ മോടിയുമ്പോ എനിക്കുന്ന പാടി കുടിക്കണം എന്റെ കഥ കേൾക്കണം എനിക്കുന്ന പാടി കുടിക്കണം എന്റെ കഥ കേൾക്കണം എന്നോട്
എനിക്കൊന്നും പാടി കുടിക്കണം. ദിക്ക 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 താ. Thank you. നിങ്ങളുടെ ശബ്ദം എനിക്ക് കേൾക്കണം. ആഡിയൻസൊക്കെ ഒരു 10 വയസ്സ് കുറഞ്ഞിട്ടുണ്ട്. പ്രഷറും കൊളസ്ട്രോളും കുറഞ്ഞിട്ടുണ്ട്. അടിപൊളി. താങ്ക് യു സോ മച്ച്. എനർജറ്റിക്, വൈബ്രന്റ്. താങ്ക് യു സോ മച്ച്. മക്കളെ പൊളിച്ചു കേട്ടോ. നമ്മൾ ആഘോഷിക്കാൻ വേണ്ടിയാണെങ്കിൽ അങ്ങ് ആഘോഷിക്കണം, ആറാടണം, അർമാദിക്കണം. അതിനൊന്നും മാറ്റി വെച്ചേക്കരുത്. ലവ് യു ഓൾ. നിങ്ങൾ ഓ യെസ്, ഓക്കെ. നമുക്ക് എല്ലാവിധ ചില കാര്യങ്ങളൊക്കെ നമുക്ക് പരിമിതികളിൽ നിന്നുകൊണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ ഒരുപാട് കലാരൂപങ്ങൾ നമുക്ക് പലപ്പോഴും അന്യം നിന്ന് പോകുന്ന കലാരൂപങ്ങളുണ്ട്. ക്ഷേത്രകലകളുണ്ട്. ക്ഷേത്രകലകളിൽ ഒരുപാട് കലാരൂപങ്ങൾ ഇന്നും നമുക്ക് അന്യമായി നിൽക്കാറുണ്ട്. അത്തരത്തിൽ ഇന്നും ഇക്കാലവും നമ്മുടെ മനസ്സിൽ ക്ഷേത്രയിൽ ഒരുപക്ഷെ ആക്ഷേപഹാസ്യത്തിന് തൻ്റെതായ ഒരു കയ്യൊപ്പ് പതിപ്പിച്ച ചാക്യാർ കൂത്തുമെല്ലാം ഇന്ന് നമ്മുടെ ഒരുപക്ഷെ ക്ഷേത്രകലകൾ അന്യം നിന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ തികച്ചും ഹാസ്യത്തിന് വേണ്ടി മാത്രം, ചിരിക്കാൻ വേണ്ടി മാത്രം നമ്മുടെ പ്രിയപ്പെട്ട കലാകാരൻ ഷിനോദ് മലയാറ്റൂർ പഠിച്ചതല്ല, ഒരു ശ്രമമാണ് ചാക്യാർകൂത്തിലേക്ക്. ഏറെ സ്നേഹത്തോടെ സ്വാഗതം. നല്ലൊരു കൈഡി കൊടുക്കാം. നിങ്ങളെല്ലാവരും വേറൊരു ലെവലിലേക്ക് പാട്ടൊക്കെ പാടി ഗംഭീരമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ചാക്യാർകൂത്ത് ഒറ്റയ്ക്കുള്ള ഒരു പെർഫോമൻസ് ആണ്. അപ്പോൾ ഞാൻ ചാക്യാർകൂത്തൊന്നും പഠിച്ചിട്ടില്ല എങ്കിലും ചാക്യാർകൂത്തിന് വേണ്ടിയിട്ടൊന്ന് ശ്രമിക്കാൻ കണ്ടിട്ടേ ഉള്ളൂ. അപ്പോൾ ഒറ്റയ്ക്കുള്ള പെർഫോമൻസ് ആണ്. ഒരു ചങ്കിടിപ്പുണ്ട്, അതുകൊണ്ടൊന്ന് കഴിച്ചേ. ഓക്കെ, ടെൻഷൻ മാറാനാണ്. ഓക്കെ, നമുക്ക് തുടങ്ങാം. ചാക്യാർകൂത്ത്. നൃത്യദൂർജടി കരകഥ മരുകടുമുട്ടുമു പട്ടുരവ പരിബന്ധിന്യ കൽപഷ്മാരുക വികസിത കുസുമച്ച മധുരസ മധുരിമ സഹചാരിണ്യ മന്ദഷ്മാധര വിമതിത ജലനിധി ഗുമുഗുമുഗന രവമത മന്ദിന്യ ശൈലാധീശ്വര നൃപവരവിത സതുബുധ സുഖമയി തവ വചസാം ശ്രേണ്യ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? അത്ര അർത്ഥവത്തായിട്ടുള്ള വരികളല്ലേ? ആർക്കൊന്നും മനസ്സിലായില്ലേ? ഈ പറഞ്ഞ ചാക്യാർക്കൊന്നും മനസ്സിലായിട്ടില്ല. ഒരു ചാക്യാർകൂത്താകുമ്പോൾ അത്യാവശ്യം സംസ്കൃത ശ്ലോകം വേണമല്ലോ എന്ന് വെച്ചിട്ട് ഒരു കീറിയതാ അല്ലേ? ഏതായാലും നന്നായിട്ടുണ്ട്. ഇത്ര ആൾക്കാർ ഇവിടെ കാണാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നല്ലതല്ല, അകത്തൊന്നുമില്ല പുറത്തൊന്നുമില്ല, നന്നായിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് പേര് ഇവിടെ ഉണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ വരാൻ പറ്റി. ഏതായാലും സന്തോഷമായി. ഇത്രയുടെ വരെ വന്നു, ഇത്രയും ആൾക്കാരെയൊക്കെ കാണാൻ പറ്റി. സാധാരണ എന്താ പറയുക, ചാക്യാർകൂത്ത് അവതരിപ്പിക്കാൻ പോയി കഴിഞ്ഞാൽ ആൾക്കാരെയൊന്നും കാണാറില്ല. കാരണം ഇതേപോലത്തെ കൂത്തൊന്നും കാണാൻ ഇപ്പോഴത്തെ ആൾക്കാർക്ക് വലിയ താല്പര്യമൊന്നുമില്ല. ഒരു പരിപാടി നമ്മൾ ഇന്ന് അങ്ങോട്ട് ആഘോഷിച്ച് അങ്ങോട്ട് ആസ്വദിക്കാൻ വേണ്ടി വന്നിരിക്കുക. അപ്പോൾ അങ്ങനെ ആഘോഷിക്കാനായിട്ട് നമുക്ക് എന്താ വേണ്ടത്? ആദ്യം ആഘോഷിക്കാനുള്ള ഒരു മനസ്സാണല്ലേ? അപ്പോൾ അവിടെ ഇരിക്കുന്ന കുറച്ച് ആൾക്കാരുടെ വിചാരം ഉണ്ട്, അയ്യാമ ഓക്കെ, യു ആർ നോട്ട് ഓക്കെ എന്ന്. അതായത് ഞാനും ഓക്കെ, അവിടെ ഇരിക്കുന്ന ചാക്യാരും ഓക്കെ അല്ല എന്നൊരു തോന്നലുണ്ടാവില്ലേ? ഇല്ലേ സാറേ, അങ്ങനെ ഉണ്ടോ? ഇല്ല, സാറിൻ്റെ പോലെ തന്നെ ഞങ്ങളെല്ലാവരും ഓക്കെയാണ്. അപ്പോൾ ചില ആൾക്കാരുണ്ട്, അയ്യാൻ നോട്ട് ഓക്കെ, യു ആർ നോട്ട് ഓക്കെ, ഞാനും ഓക്കെ അല്ല നിങ്ങളും ഓക്കെ അല്ല. അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ പരിപാടി ആസ്വദിക്കാൻ പറ്റുമോ? ഇല്ല. അയ്യാം ഓക്കെ, യു ആർ ഓക്കെ എന്ന് വിചാരിച്ചാൽ മാത്രമേ നമുക്കൊരു പരിപാടി ആസ്വദിക്കാൻ പറ്റുള്ളൂ അല്ലേ? അങ്ങനെയല്ലേ? അവിടെ ഇരിക്കുന്ന ഓഡിയൻസ് ഓക്കെയാണെന്ന് ചാക്യാർക്ക് ബോധ്യമാണ്. അതുകൊണ്ട് ചാക്യാർ നിങ്ങൾക്ക് വേണ്ടി ഒരു കൈയടിക്കുക. ഇവിടെ ഇരിക്കുന്ന ചാക്യാരും ഓക്കെ ആണെങ്കിൽ കൈയടിക്കാൻ കൊണ്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ചാക്യാർകൂത്താണ്. അപ്പോൾ ചിലപ്പോൾ അല്പസ്വല്പം കളിയാക്കലൊക്കെ ഉണ്ടാവും, ഒന്നും വിചാരിക്കരുത്. അപ്പോൾ നമ്മുടെ ചാക്യാർകൂത്ത് ആരംഭിക്കുകയാണ്. നമ്മുടെ അത്യാവശ്യമായിട്ട് ആരെയും വിളിക്കണം. പെട്ടെന്നൊരു കോൾ വന്നായിരുന്നു, കട്ട് ചെയ്തു. എനിക്ക് വന്നത് പെണ്ണുമ്പള്ളിയാണെന്നാണ് തോന്നണത്. കുഴപ്പമില്ല, എവിടെയാണെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ചാക്യാർകൂത്ത് നടന്നുകൊണ്ടിരിക്കുകയെന്ന് പറയും. ഈ ചാക്യാർകൂത്ത് കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ വേറൊരു കൂത്ത് അവിടെ നടക്കുക. അതാണ് ഈ പറയുന്നത്. അപ്പോൾ ഏതായാലും ഇത്രയുടെ പറഞ്ഞാൽ ക്ഷമിച്ചിരിക്കണ്ടല്ലോ. ഇച്ചിരി പേടിച്ചിട്ടാണെങ്കിൽ അതേ ക്ഷമിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ ഒരു ദിവസം എന്ന് പറയുന്നത് നമ്മൾ ആരംഭിക്കണം എങ്ങനെയാണ്? കിടക്കപ്പായിന്ന് എണീക്കുമ്പോഴല്ലേ? കിടക്കപ്പായിന്ന് എണീക്കുമ്പോഴാണ് നമ്മുടെ ഒരു ദിവസം ആരംഭിക്കുന്നത്. ചില ആൾക്കാർ രാവിലെ എണീക്കും, ചില ആൾക്കാർ ഉച്ചയ്ക്ക് എണീക്കുള്ളൂ അല്ലേ? ഉച്ചയ്ക്ക് എണീക്കണം, നല്ലത്. ഉച്ച കഴിഞ്ഞുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചാൽ മതിയല്ലോ അല്ലേ? അപ്പോൾ ഉച്ചയ്ക്ക് എണീക്കുന്ന ആൾക്കാരുണ്ടോ, രാവിലെ എണീക്കുന്ന ആൾക്കാരുണ്ടോ? അപ്പോൾ രാവിലെ തന്നെ എഴുന്നേൽക്കുമ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത്? നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കരാകരെ വസതി ലക്ഷ്മി, കരമധ്യേ സരസ്വതി, കരമൂലെ സ്ഥിതി ഗൗരി എന്നാണ് പറയണത്. അതായത് നമ്മുടെ കൈവെള്ളെ തന്നെ 3 ദേവിമാർ വസിക്കുന്നു എന്നാണ് പറയണേ. അപ്പോൾ രാവിലെ തന്നെ കിടക്കപ്പായിന്ന് എഴുന്നേറ്റിട്ട് നമ്മുടെ കൈവെള്ളം ഒന്ന് കണ്ടു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം ശുഭകരമായിരിക്കുന്ന പറയണത് അല്ലേ? അങ്ങനെയാണോ നമ്മളൊക്കെ ചെയ്യാറ്? രാവിലെ തന്നെ ഉറക്കത്തിൽ നിന്ന് കഴിഞ്ഞാൽ ആണോ? തലയാട്ടുണ്ട്. ആദ്യം തലയിണക്കിയിൽ തപ്പും, എന്നിട്ടാ മൊബൈൽ ഫോൺ എവിടെയാന്ന് അല്ലേ? എന്നിട്ട് അതിനകത്ത് ആരെങ്കിലും എന്തെങ്കിലും പുതിയ പോസ്റ്റ് ഇട്ടുണ്ടോ നോക്കുക. എന്നിട്ട് വേണം അതിനൊരു കമൻറ്റ് ഇടാൻ അല്ലേ? അല്ലെങ്കിൽ പുതിയൊരു പോസ്റ്റ് നമുക്ക് ചില പെൺകുട്ടികളുണ്ട് കോളേജിലൊക്കെ പഠിക്കണം. അവർ രാവിലെ തന്നെ ഉറക്കത്തിൽ നിന്ന് എന്നിട്ട് പല്ല് പോലും തേക്കാണ്ട് രാവിലെ തന്നെ ഒരു പോസ്റ്റ് അങ്ങോട്ട് പോസ്റ്റും ഒരു സെൽഫി എടുത്തിട്ട് കണ്ടിട്ടില്ലേ? അത് സാധാരണ നല്ല ഭംഗിയുള്ള പെൺകുട്ടികളായിരിക്കും, പക്ഷേ ഫോട്ടോ എടുക്കുമ്പോൾ മാത്രം എപ്പോഴും കൈ ഇങ്ങനെ പിടിച്ചിട്ടുണ്ടാവും. രണ്ടിന് പോകാതെയാണ് ഈ ഫോട്ടോ എടുത്തതെന്നാ തോന്നണേന്നോ. അതുകൊണ്ടാണ് തോന്നുന്നത് അങ്ങനെ ഫോട്ടോ എടുത്തത്. ഏതായാലും നല്ല കാര്യമാണ്. അങ്ങനത്തെ ഒരു ഫോട്ടോ ആ പെൺകുട്ടികൾ അങ്ങോട്ട് പോസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അപ്പോൾ തന്നെ നമ്മുടെ ചെറുപ്പക്കാരെ ആൺകുട്ടികൾ അത് കാണുമ്പോൾ തന്നെ ക്യൂട്ടിടാ, സൂപ്പർ ഡാ, നൈസ് ഡാ, സോ ക്യൂട്ട് ഡാ എന്നൊക്കെ പറഞ്ഞ് കമൻറ്റിൻ്റെ ബഹളം 5000 ലൈക്കും കമൻറ്റും അവർക്ക് കിട്ടും. ഇതേ സ്ഥാനത്ത് ഈ കമൻറ്റ് ഇടുന്ന ചെറുപ്പക്കാരോ അല്ലെങ്കിൽ നമ്മളാരെങ്കിലും ഒരു ഫോട്ടോ അങ്ങോട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ
അതവിടെ കിടന്ന് ആഴ്ചകളോളം കിടന്ന് പുഴുത്ത് നാറി ചീഞ്ഞാലും ഒരു പെൺകുട്ടികളും മൈൻഡ് ചെയ്യല്ലേ. അപ്പോൾ അതാണ് ഈ കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ മൊബൈൽ ഫോൺ വന്നതുകൂടി എന്താണ് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടായി. നമ്മുടെ ജീവിതത്തിൽ എന്താ പ്രധാനമായിട്ടുണ്ടായ മാറ്റങ്ങൾ, നമ്മുടെ ജീവിത സംസ്കാരം തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെല്ലാവരും ഇപ്പോൾ പടിഞ്ഞാറോട്ടാണ് തിരിച്ചു വെച്ചേക്കണത് ഇല്ലേ. പടിഞ്ഞാറോട്ട് തിരിച്ചു വെച്ചേക്കുക. അവിടുത്തെ പരിഷ്കാരങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമുക്കറിയേണ്ടത്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ഈ മൊബൈൽ ഫോൺ എടുത്ത് നോക്കുക. അപ്പോൾ നമ്മുടെ മലയാള ഭാഷ തന്നെ മാറിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ മലയാള ഭാഷ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാലോ, ഈ മൊബൈൽ ഫോണിലൊക്കെ ഉള്ളത് നമ്മളെല്ലാം ഇംഗ്ലീഷിലാണ് ടൈപ്പ് ചെയ്യണത് അല്ലേ. പരമാവധി ഇംഗ്ലീഷ് വരാമെന്ന് പറഞ്ഞ ആൾ വന്നിട്ട് കേട്ടോ. പുറത്തേക്കാണോ തോന്നണല്ലോ? ഇരുന്നോളാ. പുള്ളിക്ക് എന്തോ ഭക്ഷണം കഴിച്ച് ഇച്ചിരി കൂടി പോയിട്ട് അതിൻ്റെ ഒരു ശങ്കയായിട്ട് ഇറങ്ങിയതാ. പക്ഷേ ചാക്കാരിങ്ങനെ പറഞ്ഞുകൊണ്ട് അവിടെ ഇരുന്ന് പോയി. അവിടെ ഇരുന്നിട്ടൊന്നും സാധിക്കരുതെന്നൊരു അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ. അങ്ങനെ ആർക്കെങ്കിലും ശങ്ക ഉണ്ടെങ്കിൽ പുറത്തേക്ക് പോകട്ടോ. കാരണം ഇവിടെ ഒരു പരിപാടി നടന്നുകൊണ്ടിരിക്കുക. ശങ്കഭൗമ്യകം തസ്യാന്നാ പറയുന്നത് അല്ലേ. അപ്പോൾ ശങ്കയുള്ളവരൊന്നും ഇവിടെ ഇരിക്കാണ്ടിരിക്കണം നല്ലത്. അപ്പോൾ നമ്മൾ പറഞ്ഞു തന്നിട്ട് നമ്മുടെ ഭാഷ വരെ വ്യത്യാസം വന്നു ഇല്ലേ. എവിടേക്കാ പോണേ? പുള്ളി മരിച്ചാമലയിൽ പോയിട്ട് മറ്റേ മൃതസഞ്ജീവിനി കൊണ്ടുവരാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിന് പോണതാ. പണ്ടത്തെ ഹനുമാനല്ല കേട്ടോ, മൊട്ടത്തലയപ്പോ. പാലൊക്കെ ഉണ്ട്, മുണ്ടിൻ്റെ ഉള്ളിൽ മടക്കി വെച്ചേക്കാം, നമുക്ക് കാണാൻ കേട്ടോ. അപ്പോൾ ഇരുന്നോളൂ സാറേ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നിട്ടോ നമ്മുടെ സംസ്കാരം ഭാഷ എല്ലാം മാറി. അവിടെ ഇരുന്നോട്ടെ, അദ്ദേഹം അവിടെ ഇരുന്നോട്ടെ. നല്ലതാ അങ്ങനെ ഒരു സാധനം ഉള്ളത്. കാരണം പുതിയ കെട്ടിടമൊക്കെ പണിയുമ്പോൾ നമ്മൾ അതിൻ്റെ മുമ്പിൽ ഒരു കോല ഇങ്ങനെ വെക്കാറുണ്ടല്ലോ. അതുപോലെ അവിടെ ഇരുന്നോട്ടെ അല്ലേ. സന്തോഷമുണ്ട്. ചാക്യാർക്കുത്തിൻ്റെ ഭാഗമായിട്ട് പറയുന്നതാണെന്ന് കഴിയുമ്പോൾ ചാക്യാരെ പിടിച്ച് കുത്താൻ നിൽക്കരുത് കേട്ടോ. അപ്പോൾ ശരി, അവിടെ ചെന്നിരിക്കുക ഹനുമാൻ. അത് കഴിഞ്ഞിട്ട് നമ്മൾ തുടരുകയാണ്. നമ്മൾ പറഞ്ഞു വന്നിട്ട് നമ്മുടെ സംസ്കാരവും ഭാഷയൊക്കെ മാറിക്കൊണ്ടിരിക്കുമ്പോൾ മലയാള ഭാഷ എന്ന് പറഞ്ഞാൽ അറിയാം. നമ്മുടെ മലയാളികളായ ആൺകുട്ടികളും പെൺകുട്ടികളും ഒന്നും മര്യാദയ്ക്ക് മലയാളം പറയില്ല. അതിൻ്റെ ഇടയിലെല്ലാം ഇംഗ്ലീഷ് വേർഡ് യൂസ് ചെയ്തിട്ടേ സംസാരിക്കുള്ളൂ. ഇപ്പോൾ ന്യൂ ജനറേഷനിലുള്ള ഏതെങ്കിലും ആൺകുട്ടികളോട് നമ്മൾ ചോദിക്കുകയാണ് എന്തുട്ടാ ഓണം എന്ന് ചോദിച്ചാൽ അവരെങ്ങനെയാണ് പറയുക അല്ലേ. അവർ മലയാളത്തിൽ പറയില്ല. കാരണം അവർക്ക് മലയാളത്തിൽ പറയാനുള്ള വാക്കുകൾ ഇല്ലാണ്ടായിരിക്കണം. അതുകൊണ്ട് അവരാണ് ഇപ്പോൾ അത് നാടകീയമായിട്ട് ചാക്യാരൊന്ന് പറയാം. അതായത് ഇപ്പോൾ എന്താ ഓണം എന്ന് ഇപ്പോഴത്തെ ചെറുപ്പക്കാരോട് ചോദിച്ചാൽ അവരിങ്ങനെയായിരിക്കുള്ളൂ അത് പറയണത്. അത് ബ്രോ, വൺസ് അപ്പോൺ എ ടൈം നമ്മുടെ കേരളം റൂൾ ചെയ്തിരുന്നത് മാവേലി എന്ന് പറഞ്ഞൊരു കിങ്ങാണ്. ഇസ് മാവളി മാവളി ഈസ് എ ഡീസന്റ് മാൻ. മാവളി അറ്റ് ദാറ്റ് ടൈം നമ്മുടെ കേരളത്തിലെ പീപ്പിളെല്ലാം ഭയങ്കര ഈക്വൽ ഹാപ്പി, എല്ലാവർക്കും ഹാപ്പിയാണ്. അറ്റ് ദാറ്റ് ടൈം സ്കൈലിരിക്കുന്ന ഗോഡ്സിൽ ക്രൗണൊക്കെ വെച്ചിട്ട് ദേവേന്ദ്രൻ ഭയങ്കര ജലസി ആയിട്ട് അവിടുന്ന് ഹൈറ്റ് കുറഞ്ഞൊരു ബടീനെ എർത്തിലേക്ക് സെൻഡ് ചെയ്യുന്നു. ഹൈറ്റ് കുറഞ്ഞ ബടി, ഈ ബടി വാമൻ എന്ന് പറഞ്ഞ ബടി ഭയങ്കര ആക്ടിങ് ആണ്. ഈ നമ്മുടെ മാവലിയുടെ ഫ്രണ്ടിൽ വന്നിട്ട് ജസ്റ്റ് ആക്ടിങ് ആണ്. എനിക്കൊരു 3 feet സോയിൽ ജസ്റ്റ് ഒന്ന് സിറ്റ് ചെയ്ത് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ മാവളി നീറ്റാണ്, മാവളി ഡീസൻ്റ് ആണ്. മാവളി പറയുമ്പോൾ ഓക്കെ ടേക്ക് ചെയ്തോളാൻ പറയുകയാണ്. ഫസ്റ്റ് ഫീറ്റ് വയ്ക്കുമ്പോൾ എർത്ത് കംപ്ലീറ്റ് ആയി, സെക്കൻഡ് ഫീഡിന് സ്കൈ കംപ്ലീറ്റ് ആയി, തേർഡ് ഫീഡിന് വെക്കാൻ സ്പേസ് ഇല്ല. നമ്മുടെ മാവളി ഡീസൻ്റ് ആണല്ലോ. മാവളി എന്ത് ചെയ്ത് ഈ ബാക്ക് ബോൺ ബെൻഡ് ചെയ്തിട്ട് ഹെഡ് ഷോ ചെയ്തിട്ട് ഇവിടെ പ്രസ് ചെയ്ത് അങ്ങനെ പ്രസ് ചെയ്യുന്ന അറ്റ് ദാറ്റ് മൊമെന്റിൽ എർത്ത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ആണ്. മാവേലി അണ്ടർഗ്രൗണ്ടിലേക്ക് ട്രാവൽ ചെയ്യും. ആ ട്രാവൽ ചെയ്യുന്ന അറ്റ് ദാറ്റ് മൊമെന്റിൽ ഒരു ഓഫർ കൊടുക്കണം വാമന്. ഇയർലി വൺസ് ഒന്ന് പീപ്പിളിനെ വിസിറ്റ് ചെയ്തിട്ട് പോകും. അങ്ങനെ വിസിറ്റ് ചെയ്യാൻ വരുന്നതാണ് ബ്രോ ഓണം. ഓക്കെ, അങ്ങനെയായിരിക്കും നമ്മുടെ ചെറുപ്പക്കാരിലൊക്കെ പ്രസിദ്ധി ചെയ്യണം. അതുപോലെ തന്നെയാണ് പ്രേമത്തിൻ്റെ കാര്യം പറഞ്ഞാൽ പണ്ടൊക്കെ ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ ഒന്ന് കണ്ണ് കാണിച്ച് കൈ കാണിച്ച് ഇതെന്താ ഹിന്ദിയാണോ ഇല്ലേ, ഹിന്ദിക്കാരനല്ലേ, അപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ എന്തെങ്കിലും കമൻറ്റ് ചെയ്താലും പുള്ളിക്ക് മനസ്സിലാവില്ല, ആർക്കും മനസ്സിലാവില്ല. ബംഗാളിയാണ്. ആയിക്കോട്ടെ, നിങ്ങളിവിടെ ഉണ്ടല്ലോ, അത് മതി ഞങ്ങൾക്ക്. നിങ്ങൾ ഒരു രാജ്യക്കാരും വേണ്ട, നിങ്ങൾ മാത്രം മതി. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നിട്ട് അപ്പോൾ ഈ പ്രേമത്തിൻ്റെ കാര്യം പറഞ്ഞു വന്നപ്പോൾ പ്രേമം എന്നൊക്കെ പറഞ്ഞാൽ ഒരു പെൺകുട്ടിയെ കണ്ണ് കാണിച്ച് ഒന്ന് ഒരു കത്ത് കൊടുത്ത് പ്രേമിച്ചൊക്കെ വരാൻ ഏതാണ്ട് 2 കൊല്ലം എടുക്കാറുണ്ട്. ഇപ്പം അതൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി, കാര്യത്തിന് തീരുമാനമാവുക അന്ന് തന്നെ അല്ലേ.